എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम से सभी प्रियजनों को प्रेम का वंदना। ഒരു പുനരുത്ഥാന ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. प्रभु ने हमको दान स्वरूप और एक पुनरुत्थान का दिन दिया है। പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഒരു പുതിയ കുടുംബം കൂടി ഉണ്ടല്ലോ. और खास रूप में आज हमारे बीच में एक नया कुटुंब भी आ गया है। ആ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. उस परिवार को मैं याद देखते हुए मैं प्रभु को मैं धन्यवाद देता हूँ। കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. गए दिनों भर आप लोग उनके लिए प्रार्थना कर रहे थे। അവരുടെ വിവാഹ ശുശ്രൂഷകളെല്ലാം കർത്താവ് വളരെ തന്റെ നാമം മഹത്വപ്പെടുത്തുമാറ് വളരെ അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ ഇടയാക്കി. और उनका जो विवाह का जो सेवा है वो सब बातों में सेवा में सब प्रभु ने महिमादायक हो जाए। उस रीति में आशीष रीति में वो विवाह का सेवा चला। എനിക്ക് തോന്നുന്നത് ഞാൻ ഏകദേശം 20-ലധികം വിവാഹ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു മാധുരിയുടെയും സത്യലാലിന്റെയും विवाह शुश्रूषा. तो मैंने लगभग 20 से भी ज़्यादा मैंने इस तरह का विवाह का ये सेवा में किया है। उसमें से मुझे सबसे उत्तम और सबसे आशीष में ये विवाह का ये सेवा मुझे लगा जो शांतिलाल और माधुरी का है। അതിന്റെ അർത്ഥം എല്ലാ വിശുദ്ധന്മാരും വളരെ ഭാരത്തോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. उसका इससे एक ही मतलब होता है कि सभी पवित्र जनों ने आत्मापूर्वक एकदम बोझ से आप लोगों ने प्रार्थना किया। എല്ലാവരും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ വലിയ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. तो भले सब लोग का उपस्थिति भले वहाँ पर नहीं था लेकिन प्रार्थना का अवस्था और वो उसका उपस्थिति उधर था। പ്രാർത്ഥനയുടെ വലിയ മഹാത്മ്യം അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. प्रार्थना का बड़ा अनुभव प्रभु ने मुझे अनुभव करने के लिए सहायता किया। പ്രിയ മക്കളെ, നിശ്ചയമായിട്ടും എല്ലാവർക്കും അതിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വളരെ അല്പം പേർക്ക് മാത്രമേ അതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അവരെ വളരെയധികം സഹായിച്ചു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. तो ये बात तो सच है कि आप सब लोगों को वहाँ पर इकट्ठा होना और वो विवाह का भाग होने का आग्रह था, लेकिन फिर भी कुछ ही लोग आ पाए, लेकिन प्रभु ने उसको एकदम आशीष में चलाया। उसके लिए मैं प्रभु को मैं धन्यवाद देता हूँ। നിശ്ചയമായിട്ടും നിങ്ങളുടെ ആ സ്നേഹത്തിനും സഹകരണത്തിനെല്ലാം ഒരിക്കൽ നന്ദി പറയുന്നു. मैं एक और बार फिर से आपका प्रेम और आपका प्रार्थना को देखते हुए मैं धन्यवाद देता हूँ। ഇന്നും നമുക്ക് വീണ്ടും കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാനും മഹത്വപ്പെടുത്താനും കർത്താവ് സഹായിച്ചല്ലോ. आज फिर से प्रभु ने हमको आराधना करने और इकट्ठा होने के लिए प्रभु ने मौका दिया। പ്രത്യേകിച്ചും നമുക്ക് തിരുവചനത്തിലൂടെ അനേക കാര്യങ്ങൾ ഈ നാളുകളിൽ പഠിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. और इन दिनों में प्रभु अपना वचन के द्वारा हमें बहुत से बातें सिखा रहा है, उसके लिए मैं धन्यवाद देता हूँ। കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് തന്നെ എത്ര വിലപ്പെട്ട കാര്യമാണ്. प्रभु ने हमें खरीदा है, ये बात ही कितना मूल्यवान बात है। അതും വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുത്തത്. हमें वो भी बहुमूल्य लहू से हमें खरीदा है। അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന് വളരെ വിലപ്പെട്ടവരാണ്. इसीलिए हम लोग प्रभु के लिए खास लोग हैं। അതുകൊണ്ട് നമ്മൾ ആ കർത്താവിനെ എത്രമാത്രം മഹത്വപ്പെടുത്തുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. जिसके वजह से हम लोग प्रभु को महिमा देना कितना हम लोग जिम्मेदार है। ഇനി നമുക്ക് എത്ര നാള് ഈ ലോകത്തിൽ ഉണ്ടാവും അറിഞ്ഞുകൂടാ. प्रियो, अभी हम नहीं जानते कि हम कितना दिन इस दुनिया में जिएंगे। നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഓരോ ദിവസവും ലഭിക്കുന്നത് ഒരു ബോണസ് പോലെയാണ്. നമുക്ക് അതൊരു സ്പെഷ്യൽ അനുഗ്രഹമായിട്ട് കാണണം. आमीन। एक दिन जब हमको नया दिन हमको जीने के लिए मिलता है, वो एक खास दिन है, एक स्पेशल दिन है, एक बोनस के रूप में हमको उस दिन जीने का मौका मिल रहा है बोलकर वो बात को देखकर हम धन्यवाद देना चाहिए। യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും നിത്യതയെക്കുറിച്ചുള്ള നല്ല പ്രകാശനം പ്രാപിച്ച് ജീവിക്കണം. क्योंकि वास्तव में सभी नया जन्म पाया और विश्वासी लोग अनंतता को देखकर उस प्रकटीकरण और बोध्य में जीना है। നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊന്നും ദിവസങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. हमें मिलने वाला एक दिन उसको कभी हम लोग नष्ट ना करें। കർത്താവിന്റെ കൃപയാല് നമുക്ക് എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാനുള്ള അവസരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. प्रभु का दया से हम लोग को प्रभु एक दिन उनका वचन सुनने के लिए वो मौका तैयार करके दे रहा है। അതുപോലും പലരും അത് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ആണ് വലിയ ദുഃഖം. और उसमें से भी बहुत से लोग एक दिन वो इस्तेमाल नहीं कर रहा वचन का शिक्षण में बढ़ने के लिए। वो बात सोचकर मुझे बहुत दुख हुआ। ദൈവത്തിന്റെ ജനമേ, നമുക്ക് വചനത്തോടുള്ള ദാഹം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുകയാണ്. हे प्रियो, जब हम लोग प्रभु के वचन के विषय में अगर हमको प्यास अगर बढ़ नहीं रहा है, मतलब हमारा आत्मिक जीवन में बढ़ोतरी नहीं हो रहा। നമുക്ക് ഓരോ ദിവസവും നമുക്ക് ആത്മാവിനെ നടത്തപ്പെടണമെങ്കിൽ നമ്മുടെ ആത്മാവ് ബലപ്പെടണം, ആത്മാവിൽ നിറയണം, എങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിനെ നടത്തപ്പെടാൻ കഴിയൂ. तो एक दिन अगर हमें आत्मा में अगर भरना, हमें अगर मजबूती पाना है तो आत्मा में भरना जरूरी है, आत्मा में चलना जरूरी है, तो ही हम लोग आत्मा के अनुसार हम चल सकते हैं। അതുകൊണ്ട് നമുക്ക് ഈ ലിസ്റ്റിൽ ലഭിക്കുന്ന വചന ശുശ്രൂഷകളെ നമ്മൾക്ക് നിസ്സാരമായി കാണാതെ അതിന്റെ ഗൗരവത്തിൽ കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം. इसीलिए आओ इन दिनों में हमें जो भी वचन का सेविका हमें मिल रहा है उसको हम लोग पूर्ण रीति से लाभ उठाकर प्रभु का महिमा करें। നമ്മൾ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥ
നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ഏറ്റവും അടുത്ത ഒരു സമയമാണ് നമുക്ക് കാണാൻ കഴിയും. हम लोग वचन को अगर हम पढ़ते समय में और संसार की अवस्था को देखते समय में एक बात हमें सच्चे मालूम पड़ता है कि प्रभु का आगमन बहुत निकट है. നമുക്ക് ഇന്നും പെട്ടെന്ന് തന്നെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. इसलिए आओ हम लोग प्रभु का वचन में प्रवेश करें. ഇന്നത്തെ വചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. आज का वचन का मनन के लिए हम लोग रेवलेशन प्रकटीकरण का पुस्तक उसका 22 का 12 पढ़ेंगे. रेवलेशन 22:12. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് വരുന്നുവെന്ന് കേൾക്കുന്നത് തന്നെ വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ എത്ര സന്തോഷവും പ്രത്യാശയും പകരുന്നതാണ്. आमीन. प्रभु तू आप आ रहे हो करके ये बात जब हम पढ़ते समय में सुनते समय में एक विश्वासी को कितना बड़ा आनंद और एक आशा पूर्वक जिंदगी जीने के लिए सहायता करता है. ഈ ലോകത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരേ ഒരുവൻ മരണത്തെ ജയിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയി വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. इस दुनिया में सिर्फ एक ही व्यक्ति जो कहा है कि मैं जाकर वापस आऊंगा वो है प्रभु यीशु मसीह, जो इस दुनिया में आया, जिया, हमारे लिए मरा, पुनरुत्थान हुआ, अभी फिर दोबारा लौटने वाला है. ഈ ലോകത്തിൽ ഒരു സത്യമുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. इस दुनिया में अगर कोई सत्य है तो वो प्रभु यीशु मसीह है. അതുകൊണ്ട് കർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. इसलिए प्रभु जो भी कहता है वो सत्य है. ഇവിടെ കർത്താവ് പറയുകയാണ്, तो प्रभु कहता है ഇതാ ഞാൻ വേഗം വരുന്നു, देखो मैं जल्दी आ रहा हूँ, ഇതാ ഞാൻ വേഗം വരുന്നു. देखो मैं जल्दी आ रहा हूँ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമാണ്. ये सुनते ही हमें हमारा हृदय में कितना आनंद आता है. അതേ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. इसलिए हे प्रिय, हमारा प्रभु बहुत जल्दी आने वाला है. എന്നിട്ട് പറയാണ്, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. और एक एक लोगों को उन्होंने जो क्रिया किया है उसके हिसाब से प्रतिफल देने के लिए प्रतिफल उनके हाथ में है. അപ്പോൾ കർത്താവ് ചില പ്രവൃത്തികൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. इसलिए प्रभु ने हमको कुछ कार्य हमें दिया गया है അപ്പോൾ അതിന് തക്കവണ്ണം നമുക്ക് അവിടുന്ന് പ്രതിഫലവുമായിട്ടാണ് വരുന്നത്. और उसके योग्य के हिसाब से हमें प्रतिफल देने के लिए वो आ रहा है. എന്നാൽ ആ പ്രവൃത്തികൾ നമ്മൾ എത്ര വിശ്വസ്തയോടെ ചെയ്തു എന്നുള്ളത് അവിടെ വിഷയമാണ്. लेकिन ये जो भी कार्य हमको दिया गया है वो कितना विश्वास योग्यता से किया है वो है विषय. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. एक एक लोगों को अपने क्रिया के अनुसार प्रतिफल देने के लिए प्रतिफल उनके हाथ में है. അപ്പോൾ നമ്മൾ ഏത് നിലയിലാണ് കർത്താവ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രതിഫലം പ്രാപിക്കുവാനുള്ള കാരണമാണ്. तो इसके लिए हम लोग एक जो कार्य हम करते हैं, जो जिम्मेदारी हमको दिया है उसको हम विश्वास योग्यता से करते रहते समय में उसके अनुसार प्रतिफल देने के लिए वो आ रहा है. അപ്പോൾ കർത്താവ് പലപ്പോഴും തന്റെ വരനോടുള്ള ബന്ധത്തിൽ പല മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട്. प्रभु का आगमन के विषय में प्रभु ने बहुत सारा चेतावनी दिया है. അതിലൊരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. उसमें से एक बात मैं आप लोगों को याद दिलाना चाहता हूँ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 32-33 വാക്യം വായിക്കുമ്പോൾ लूका का सुसमाचार उसका 17 अध्याय उसका 32, 32 और 33. അപ്പോൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. तो वहाँ पर शुरुआत कहते हैं कि लूत की पत्नी को याद करो. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. जो अपने जीवन को बचाने देखेगा वो उसे खोएगा. അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. और जो उसको खोएगा वो उसे बचाएगा. ഇവിടെ കർത്താവ് പറയുന്ന ഈ വാക്യങ്ങളെ ഒന്ന് നമുക്കൊന്ന് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ആ നിലയിൽ ജീവിക്കാൻ കഴിയുന്നതും വളരെ നല്ലതാണ്. इसके लिए ये वचन को जब हम पढ़ते समय में उस वचन को सही अर्थ समझना और उस अर्थ के अनुसार जीना बहुत जरूरी है. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നതിന്റെ സാരം, तो यहाँ पर प्रभु का कहने का उद्देश्य है കർത്താവിന്റെ വരവിനായുള്ള നമ്മുടെ ഒരുക്കം, प्रभु का आगमन के विषय में हमारा तैयारी, ദേഹി ജീവനെ നഷ്ടമാക്കുക. हमारा प्राण का ये जीवन को हमें खोना है. അങ്ങനെയെങ്കിൽ അവർ ദേഹി ജീവനെ പ്രാപിക്കും. ऐसा है तो वो अपना प्राण का जीवन को बचाएगा आने वाले युग में. വളരെ വിലപ്പെട്ട ഒരു സത്യമാണ്. बहुत ही मूल्यवान सच्चाई है ये. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, मैं एक और बार कहना चाहता हूँ, കർത്താവിന്റെ വരവിനായി നമ്മൾ യഥാർത്ഥമായി ഒരുങ്ങുന്നുവെങ്കിൽ, अगर प्रभु का आगमन के लिए वास्तव में हम लोग सही रीति से तैयार हो रहे तो നമ്മുടെ ദേഹി ജീവനെ നമ്മൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി, കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തണം. हमें हमारा ये प्राण का जीवन प्रभु का वचन के लिए, उनका सुसमाचार के लिए, उनका उद्देश्य के लिए, इच्छा के लिए हमें अपना प्राण का जीवन को खोना पड़ेगा. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേഹി ജീവനെ നേടി. ऐसा है तो हमारे ये प्राण का जीवन को हम बचा रहे हैं. എത്ര പേർക്ക് മനസ്സിലായി? कितना लोगों को ये बात समझा?
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ദേഹി ജീവനെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി നാം ഇവിടെ ത്യജിച്ചാൽ, നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ അതിനെ നേടും. मैं तो इसके लिए प्रभु का सुसमाचार के निमित्त, उनके नाम के निमित्त, उनके इच्छा के निमित्त अगर हम लोग अपना प्राण को अगर हम खो बैठ रहे हैं तो आने वाले युग में हम उसको पाएंगे. നമ്മൾ നമ്മുടെ ദേഹി ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ हम अपना प्राण का जीवन को प्रेम कर रहे यदि कहे तो നമ്മൾ ഭൗതികവും ഈ ഭൂമിയിലെ കാര്യങ്ങളിലേക്ക് തങ്ങി നിൽക്കുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. मतलब हम लोग शारीरिक लोग हैं और इस संसार की बातों में मन लगाकर उसी में बने रहे हैं. അതാണ് നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്. ये बात हमें समझना है. जो व्यक्ति प्राण से ज्यादा प्रेम करता है, सुसमाचार से ज्यादा, वचन से ज्यादा, वो अपने आप को इस दुनिया में दुनिया की बातों के लिए ज्यादा मन लगाता है. അവർക്ക് അവരുടെ ലക്ഷ്യം ഭൗമികമായിരിക്കുന്ന നേട്ടങ്ങളും അതിൻ്റെതായിരിക്കുന്ന സുഖങ്ങളും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ വഞ്ചിക്കപ്പെടുന്നു. ऐसे लोगों का लक्ष्य संसार की बातें हैं, शारीरिक की अभिलाषा की बातें हैं, संसार में नाम कमाना, इज्जत कमाना, ये सब बातों में वो लोग मन में रखकर धोखादायक जीवन जी रहे हैं. അപ്പോൾ ഇവിടെ ലോത്തിന്റെ ഭാര്യയെ പ്രത്യേകം കർത്താവ് ഈ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന നമ്മളോട് പ്രത്യേകം ഓർക്കാൻ പറഞ്ഞതിന് അതിനൊരു കാരണമുണ്ട്. तो इस अंतिम समय में प्रभु ने हमको लूत का पत्नी को याद करो करके बोलते समय में उसका एक खास उद्देश्य है. ഈ ലോത്തിന്റെ ഭാര്യ സോദോമിലേക്ക് വളരെ മോഹത്തോടെ തിരിഞ്ഞു നോക്കി. क्योंकि लूत का पत्नी ने क्या किया, सोदोम जब नाश होते समय में वो पलटकर मोह और अभिलाषा से वो देखी. അപ്പോൾ സോദോമിലെ അനേക കാര്യങ്ങളിൽ അവരുടെ ഹൃദയം അങ്ങ് പറ്റിച്ചേർന്നിരുന്നു. क्योंकि सोदोम के बहुत से बातों से उसका मन चिपका हुआ था. അതുകൊണ്ട് സംഭവിച്ചെന്താണ്, इसलिए क्या हुआ, അവളൊരു ഉപ്പ് തൂണായി തീർന്നു. वो अभी भी एक नमक का चट्टान बन गई. അപ്പോൾ ദൈവം പൂർണ്ണമായും നശിപ്പിക്കാനിരുന്ന ഈ സോദോമിനെ അവൾ എന്ത് ചെയ്തു, അവൾ അതിനെ ആഗ്രഹിച്ചു. तो परमेश्वर जिस सोदोम को न्याय करने के लिए, नाश करने के लिए नियुक्त किया था, वो नगर को, वो देश को लूत का पत्नी ने चाहा. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകം കത്തി നശിക്കാൻ പോവുകയാണ്. इसलिए प्रिय, हम सब लोग अच्छी रीति से जानते हैं कि यह संसार जो है जलकर नाश होने वाला है. അപ്പോൾ ഈ ലോകത്തിലേതായിരിക്കുന്ന ആകർഷണങ്ങളിൽ പെട്ട് നമ്മൾ അതിനെ മോഹിച്ചാൽ, അതിനെ നമ്മൾ വാഞ്ചിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഈ ജീവനെ നമ്മൾ നഷ്ടമാക്കിയാൽ, നമുക്ക് ആ നേട്ടത്തിന് വേണ്ടി ഈ ജീവൻ നഷ്ടമാക്കിയാൽ നമുക്ക് സംഭവിക്കുന്നത് നിത്യതയിൽ ദേഹി നഷ്ടമാണ്. तो संसार को पाने के लिए, उधर का इज्जत और कमाई, संसार में बड़ा होने के लिए हम लोग वो सब बातों का, हमारा प्राण का अभिलाषा को पूरा करने के लिए संसार की बातों को कमा रहा है. तो हम क्या कर रहे हैं, हम अपना प्राण को इधर ही हम तो हमारा तो नुकसान तो हम उठा ही रहे हैं, लेकिन आने वाले युग में क्या होगा, हम लोग बहुत बड़ा हानि उठाना पड़ेगा. हम प्राण को हम लोग खो देंगे. അപ്പോൾ അവര് സ്വതവും വിട്ടു പോകുമ്പോൾ കർത്താവ് ക്ലിയറായിട്ട് പറഞ്ഞിരുന്നതാണ്. क्योंकि जब सोदोम को जब छोड़कर जाते समय में परमेश्वर को दूत ने उनको खास आज्ञा दिया था. നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഉൽപ്പത്തി 19 അധ്യായത്തിന്റെ 17 വാക്യം. उत्पत्ति का पुस्तक 19 का 14, जेनेसिस 19:17, 19 का 17. അപ്പോൾ ഇവിടെ കർത്താവ് ദൈവത്തിന്റെ ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം 4 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. यहाँ पर परमेश्वर का ये दूत जब उनको बोल रहा है कि तुम लोग नगर छोड़कर जाते समय में 4 बात का चेतावनी या 4 खास बातें उनको कहता है. ഒന്ന്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോണം. एक है कि अपना प्राण लेकर भागो. 2, പുറകോട്ട് നോക്കരുത്. दूसरा, पीछे नहीं देखना. 3, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. तीसरा, इधर आसपास किधर नहीं रुकना. 4, പർവ്വതത്തിലേക്ക് ഓടിപ്പോണം. और चौथा, पहाड़ की उधर भाग जाओ. നോക്കണം, 4 കാര്യങ്ങളെ അവർ സൂക്ഷിക്കണമായിരുന്നു. 4 बातों में उनको संभालना था. എന്നാൽ നമ്മൾ കാണുന്നത് ലോത്തും ലോത്തിന്റെ 2 മക്കളും ആ കാര്യം സൂക്ഷിച്ചു. എന്നാൽ ലോത്തിന്റെ ഭാര്യ അവൾ തിരിഞ്ഞു നോക്കുവാനിടയായി. लेकिन हम क्या देखते हैं, लूत और उसके बच्चे ये चारों बातों में संभाल कर आगे देखकर दौड़े, लेकिन उनका पत्नी ने पलट कर देखा. നമ്മൾ അതിന്റെ 26 വാക്യത്തിൽ വായിക്കുന്ന അങ്ങനെയാണല്ലോ. उसका 26 में हम ये पढ़ते हैं, ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു. पढ़ेंगे 19 का 26.
അപ്പോൾ അവളുടെ ഓട്ടത്തിന്റെ കാഴ്ചകൾ മുന്നോട്ട് പോകുമ്പോഴും അവളുടെ ദൃഷ്ടി അല്ലെങ്കിൽ അവളുടെ ഹൃദയം പുറകോട്ട് പോകാനിടയായിരുന്നു. तो उसको वो भले ही दौड़ते समय में उसको आगे की ओर दौड़ रही थी, लेकिन उसका नजर यानी कि उसका हृदय का इच्छा अभी भी पीछे की बातों में था. പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും നമുക്ക് വീഴ്ച ഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കണം. इसके लिए प्रभु हमको जो भी बातें बोलते समय में उस बातों में हमें कोई भी कमियां या उस बात में हम गिर रहे हैं कि नहीं, गिर रहा है कि नहीं, वो बात को हमें संभालना है. ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടെ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, കർത്താവിനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ കർത്തവ്യം എന്താണ്? इसके लिए आज भी हम लोग नया जन्म पाए हैं, प्रभु का जीवन प्राप्त किए हुए लोग हैं, तो हमारा जिम्मेदारी क्या है? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കൊളോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. कोलोस्यों का पुस्तक 3 अध्याय 1 और 2 आपको याद रहेगा. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. कोलोस्यों का पुस्तक 3 अध्याय 1 और 2 पढ़ेंगे. अर्थात जब तुम मसीह के साथ जिलाए गए तब स्वर्गीय वस्तु के मुखमंडल में रहो, जहाँ मसीह विद्यमान है और परमेश्वर के दाहिने ओर बैठा है। पृथ्वी पर भी नहीं, परंतु स्वर्गीय वस्तुओं पर ध्यान कराओ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭൂമി 2 പ്രാവശ്യം ഈ ഭൂമിയുടെ ജലസ്നാനം നടന്നു. ഇനി നടക്കാൻ പോകുന്നത് തീ കൊണ്ടുള്ള സ്നാനമാണ്. तो इसके लिए हमने ये दुनिया का अवस्था को हम देखा जाए तो ये भूमि का अवस्था देखा जाए तो 2 बार ये दुनिया जो है पानी का न्याय से इसके ऊपर न्याय हो चुका है. अभी एक तीसरा न्याय होने वाला है, वो है आग का न्याय. അപ്പോൾ ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം കത്തി നശിക്കാൻ പോകുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. हाँ, तो एक ऐसा समय आने वाला है जहाँ पर ये दुनिया पूरा जलकर राख हो जाएगा. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, तो इधर परमेश्वर का वचन कहता है വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മുടെ ചിന്തയും അന്വേഷണവും ഒക്കെ എന്തായിരിക്കണം? जो नया जन्म पाया हुआ विश्वासी लोगों का मन का अवस्था क्या होना चाहिए, किस बातों में वो लोग खोजना चाहिए, वो लिखा है. നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെട്ടവരാണ്. आमीन. अगर हम मसीह में हैं तो मसीह के साथ जिलाए भी गए हैं, നമ്മൾ കർത്താവിനോട് ചേരുവാനായിട്ട് അവന്റെ മരണത്തിലും അവിടുത്തെ ഉയർപ്പിലും നമ്മൾ പങ്കാളികളായവരാണ്. क्योंकि हम लोग मसीह से जुड़ने के लिए उनका मृत्यु और उनका पुनरुत्थान में हम एक हो चुके हैं. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ऐसे लोग क्या करना चाहिए? ഇവനും പറയുന്നത്, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. आमीन. ऐसे लोगों के लिए वचन क्या कहता है? जिस तरह प्रभु यीशु मसीह अभी पिता के दाहिने और स्वर्गीय स्थानों में वो बैठकर विराजमान है, इसलिए तुम लोग भी भूमि की बातों में मन ना लगाए, बल्कि उस ऊपर की बातें, स्वर्ग की बातों में मन लगाए जहाँ पर प्रभु बैठा है. അപ്പോൾ ഇന്ന് നമ്മുടെ അന്വേഷണവും നമ്മുടെ ചിന്താഗതിയൊക്കെ എങ്ങനെയുണ്ട്? इसलिए आज हमारा किस बात पे हम खोजते हैं, किस बात पे हम मन लगाते हैं? നമ്മൾ സ്വർഗീയ കാര്യങ്ങളിൽ തന്നെയാണോ മനസ്സുറപ്പിക്കുന്നത്? क्या अभी भी स्वर्गीय बातों में हम मन लगाते हैं क्या? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? नहीं तो क्या हो सकता है? നമുക്ക് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള അബദ്ധം നമുക്ക് സംഭവിക്കാം. नहीं तो लूत के पत्नी के साथ उसने जो गड़बड़ किया वो गलतियां हमसे भी हो सकता है. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. इसलिए हमें एकदम संभालना है. ഒരു കാര്യം ശ്രദ്ധിക്കണേ, एक बात ध्यान देना, നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും ഇതുവരെ നമ്മൾ പാർക്കുന്നത് ഈ ഭൂമിയിലാണ്, മാത്രമല്ല നമ്മൾ പഴയ അതേ ജഡത്തിലാണ്. हमें तो एक बात हमें समझना है, हम भले ही नया जन्म पाया है, उद्धार हुआ है, लेकिन अभी भी हम लोग एक नाशवान भूमि में जी रहे हैं और एक पाप से भरा हुआ शरीर में हम जी रहे हैं. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. इसके लिए हमें बहुत संभलना है. നമുക്ക് പലപ്പോഴും ലോക ചിന്തകളിലേക്കും ജഡീക ചിന്തകളിലേക്കും നമ്മൾ പോകാം. बहुत बार हमको संसार के विचारों, संसार की बातों में और शारीरिक विचारों में हम वापस भटक सकते हैं. നമുക്കറിയാം ഈ ലേഖനങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? इसके लिए हमको ये सब पत्र जब हमको दिया गया है, वचन दिया गया है, लेखा दिया गया है, उसका उद्देश्य क्या है? കാരണം നമ്മൾ പല തെറ്റുകളിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. आमीन. क्योंकि प्रभु जानता है कि हम बहुत सारा गलतियां कर सकते हैं, बहुत बार गिर सकते हैं. ये सब बातों से वचन हमको चेतावनी देकर खड़ा करने के लिए हमको वचन दिया है. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ കുറവുണ്ടായിരുന്നോ, വീഴ്ചകൾ ഉണ്ടായിരുന്നോ വചനം പഠിപ്പിക്കുന്നില്ല. एक उद्धार पाया हुआ व्यक्ति में कभी कोई कमी नहीं आएगा, कभी वो गिरेगा नहीं, ऐसा वचन किधर भी नहीं लिखा है. നമ്മൾ രക്ഷിക്കപ്പെട്ടവരെല്ലാം വിശുദ്ധന്മാരാണ്. हम लोग उद्धार पाए हुए लोग सब वो पवित्र लोग हैं. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനേക രീതിയിൽ നമ്മൾ തെറ്റിപ്പോകാം. लेकिन उसी के साथ साथ
हमारे जीवन में बहुत से बातों में हम गलत रीति से हम गिर सकते हैं। അപ്പോൾ നമ്മൾ തെറ്റിപ്പോയാലും നമ്മൾ മടങ്ങി വന്ന് കർത്താവുമായിട്ടുള്ള ശരിയായ ബന്ധത്തിലായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. तो इसके लिए अगर भले ही हम लोग गलत हो जाए तो भी हम लोग मन फिराकर उसमें सुधार लाकर दोबारा प्रभु के वही मार्ग में चलने का अवस्था होए, ये प्रभु चाहता है। അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഇനി ഞാൻ തെറ്റ് സംഭവിച്ചു, ഇനിയിപ്പോ ഞാൻ പോയി നഷ്ടമായി എന്ന് ചിന്തിക്കേണ്ടതില്ല. इसलिए अगर हमारा आत्मिक जीवन में कुछ भी अगर गलती हो जाता है तो अरे मुझसे इतना बड़ा गलती हो गया, अब मैं क्या करूं, मैं अभी बच नहीं सकता, ऐसा कभी नहीं सोचना प्रियो। ദൈവമക്കൾക്ക് അങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിച്ചാലും അവർ എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് തിരുവനന്തപുരത്ത് എഴുതിയിട്ടുണ്ട്. അതിന് ഈ ലേഖനങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. आमेन आमेन। क्योंकि प्रभु के बच्चे लोग अगर जाने अनजाने अगर वो गिर भी गए तो भी प्रभु का वचन हमें इसके लिए दिया गया है कि हम किस तरह सुधार लाकर मन फिराकर प्रभु के मार्ग में आ सके। നമുക്കറിയാം ഈ സഭയ്ക്കുള്ള ദൂതുകൾ 7 സഭയ്ക്കുള്ള ദൂതുകൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम लोग प्रकटीकरण का पुस्तक में उसका दूसरा अध्याय और तीसरा अध्याय जब पढ़ते समय में 7 कलीसियाओं को प्रभु से बात करता है। അപ്പോൾ അതിൽ 5 സഭകൾക്കും ശക്തമായ നിലയിൽ അവരുടെ കുറവുകൾ എടുത്ത് കാണിച്ചിട്ട് മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. उसमें से 5 कलीसियाओं का गलतियों को उठाकर उनको मन फिराने के लिए खास बात उठाकर कहता है। അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. आमीन। उसी तरह जब प्रभु का वचन को जब हम सुनते समय में वो प्रभु हमसे बात कर रहा है। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുറവുകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടാകാം. इसके लिए जब हम वचन सुनते समय में हमारा जीवन का जो भी कमियां घटिया जो भी गिरावट आया है, അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരുത്തുവാൻ തയ്യാറാണ്. वो वचन का बोध्य के द्वारा हमें उसको सुधार लाना है। എല്ലാ വിശുദ്ധന്മാർക്കും മാനസാന്തരം അനിവാര്യമാണ്. क्योंकि हर एक विश्वासियों को मन फिरना जरूरी है। നമ്മൾ നമ്മുടെ കുറവുകളെ നമ്മുടെ തെറ്റുകളെ കണ്ടെത്തുവാനും അത് ദൈവസന്നിധിയിൽ സമ്മതിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും നമുക്ക് എപ്പോഴും ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണം. आमीन। हम हर विश्वासियों का गलतियां, हर विश्वासियों का जो गलत रीति से जो जीवन जो प्रभु का उद्देश्य के अनुसार नहीं है या जो भी गिरा हुआ अवस्था में है, ये सब बातों से वचन जब हम सुनते समय में वो वचन हमको बोध्य देकर हम लोग वचन के सामने गिरकर हम लोग मन फिराकर अपना गलती को एहसास करके दोबारा प्रभु की उपस्थिति में आकर सही रास्ते में चलना है। ദൈവവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുറവുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കും. आमीन। जब प्रभु का वचन पढ़ते समय में और प्रभु का वचन सुनते समय में उसको ध्यान करते समय में पवित्र आत्मा वचन हमेशा हमको हमारा गलतियों का एहसास दिलाता है। ഞാൻ സാധാരണ എപ്പോഴും വചനത്തിൽ പറയാറുണ്ട്, मैं खास रूप में वचन का सेवा में मैं एक बात मैं कहता हूँ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുവാനുള്ള നല്ല മനസ്സുകളോട് വേണം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കാൻ. जब हम प्रभु की उपस्थिति में बैठते समय में और वचन सुनते समय में पवित्र आत्मा जब भी हमारा कोई भी गलती दिखाए तो उसको तुरंत वो गलती को मानकर मन फिराकर जीने का एक मन हमेशा तैयार रहना चाहिए विश्वासियों के जीवन में। നമുക്കറിയാം കർത്താവ് എബ്രായ ലേഖനത്തിൽ തുടർമാനമായി പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇന്ന് അവന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. आमीन। इब्रानियों का पुस्तक में हम पढ़ते हैं कि बार बार ऐसा लिखा है, यदि आज तुमने प्रभु का वचन सुना है तो अपना हृदय को कठोर ना करे। അല്ലെ, എബ്രായ ലേഖനം 3-8 इब्रानियों का पुस्तक 3:8 Hebrews 3:8। ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. इब्रानियों 3:8 पढ़ेंगे। അപ്പോൾ അതിന് 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. और 3:15 भी पढ़ेंगे इब्रानियों। അപ്പോൾ ഈ പ്രയോഗം നമുക്ക് അനവധി പ്രാവശ്യം കാണാൻ കഴിയും. इसलिए मन को कठोर ना करो, ये शब्द जो है इब्रानियों पुस्तक में हम बार बार देख सकते हैं। അതിന് 4-7 വായിക്കുമ്പോഴത്തേക്കും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. आमीन। उसका इब्रानियों का पुस्तक 4:7 पढ़ेंगे, Hebrews 4:7। ഇതെല്ലാം പറയുന്നൊരു സാരം എന്താണ്? तो ये सब कहने का उद्देश्य क्या है? ഇന്നൊരു ദിവസം കൂടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. आज का एक और दिन प्रभु ने हमको दिया है। എന്തിനു വേണ്ടിയാണ്? क्यों दिया है? നമ്മുടെ ജീവിതത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവഹിതത്തിന്
വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തിൽ സമ്മതിച്ച് മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം ഇന്നെന്ന് പറയുന്ന ഒരു ദിവസം തന്നിരിക്കുക. आमीन। प्रभु आज करके ये दिन क्यों दिया है? ये दिन, आज का दिन, ये देने का उद्देश्य यही है कि आज का दिन भी प्रभु की उपस्थिति में अब हम आते समय में प्रभु का वचन के द्वारा या आत्मा के द्वारा कोई भी गलत बात, कोई भी ऐसा गिरावट की बातें अगर हमारे जीवन में आए है तो उसको हठीला रीति से ना स्वीकारे, बल्कि मन फिराकर हमें प्रभु का रास्ते में वापस आना है। കാരണം നാളെ എന്ന ദിവസം നമ്മുടേതല്ല, क्योंकि कल का दिन हमारा नहीं है, അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ദിവസം ദൈവം നമുക്ക് വേണ്ടി തന്നതാ. लेकिन आज का ये दिन जो है वो प्रभु ने आज हमको दिया है। അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് യഥാർത്ഥമായും തിരുവചനം കേൾക്കുമ്പോൾ ആ വചനാനുസരണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് താഴ്ത്തുവാൻ, ഒന്ന് വിനയപ്പെടുത്തുവാൻ, ഒന്ന് മാനസാന്തരപ്പെടുവാനുള്ള ഒരുക്കത്തോടു കൂടി നമ്മൾ ഇന്ന് വചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നുണ്ടോ? तो इसलिए जब आज का ये दिन प्रभु ने हमको दिया है करके बोध्य होते समय में, ये आज का दिन हम लोग वचन को लेकर प्रभु की उपस्थिति में हम बैठे समय में, क्या आज का दिन हम लोग कोई भी गलतियां या कोई भी ऐसा बातें है जो प्रभु का वचन हमें प्रकट करेगा तो उस बात को सुधार लाकर, मन फिराकर सही रीति से जीने के लिए क्या आपका लोग तैयार है क्या? കാരണം നമുക്കറിയാം നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുന്ന ദൈവം വിശുദ്ധനാണ്. क्योंकि हमें जो बुलाने वाला परमेश्वर वो पवित्र है അവിടുന്ന് നമ്മളിലും വിശുദ്ധി ആഗ്രഹിക്കുന്നു. और वो हमारे जीवन में भी ये पवित्र जीवन चाहता है। വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എല്ലാവരും വിശുദ്ധർ തന്നെയാണ്. क्योंकि जो लोग को बुलाकर अलग किए हुए लोग हैं वो लोग सब लोग पवित्र लोग हैं। വിശുദ്ധരാരാണ്? पवित्र लोग कौन है? കർത്താവിന് വേണ്ടി ആരെല്ലാം വിളിച്ച് വേർപെടുത്തിയവരെല്ലാം വിശുദ്ധന്മാരാണ്. जो कोई भी प्रभु ने जिन लोगों को बुलाकर अलग किया है वो सब लोग पवित्र है। അപ്പോൾ തന്നെ उसी के साथ साथ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ അനേക കുറവുകളും ബലഹീനതകളും ഉണ്ട്. उसके अलावा उसी के हमारे जीवन में बहुत सारा कमियां घटिया है। അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവം ചൂണ്ടിക്കാണിക്കുന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള ഒരു ഒരുക്കം നമുക്ക് വേണം. इसके लिए हमारे जीवन में ये कमियां घटिया जब दिखते समय, बोध्य होते समय में उसको हटाकर मन फिरकर जीने का अवस्था होना चाहिए। അതിനാണല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയിരിക്കുന്നത്. आमीन। उसी के लिए तो आज का ये दिन दिया है। അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 കൊരിന്ത്യർ 6:2 വായിക്കുന്നത്, दूसरा कोरिन्थी 6:2 में, 2 कोरिन्थियन 6:2। പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു आमीन। എന്നും അവൻ അരുളി ചെയ്യുന്നുവല്ലോ, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. आमीन। पढ़ेंगे दूसरा कोरिन्थी 6:2। क्योंकि वह जो करता है अपनी प्रसन्नता के समय में ये मेरी और उद्धार के दिन में मैंने तेरी सहायता की। देखो अभी वह प्रसन्नता का समय है, देखो अभी वह उद्धार का दिन है। അപ്പോൾ ഇത് നമ്മളെ പറഞ്ഞു നിർത്തുന്ന പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ ദൈവം അതിനുവേണ്ടി അവസരം നമുക്ക് നൽകിയിരിക്കുന്നു. हाँ, तो मतलब ये वचन क्या कहना चाहता है? हमारे जीवन में कोई भी अगर कमियां अगर हमको मालूम पड़ा है, बोध्य हो जाए, उसको जल्दी से सुधार लाकर सही रीति से जियो। കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. क्योंकि हम लोग उद्धार पाए हुए लोग हैं ഇനി നമ്മൾ പ്രാണന്റെ രക്ഷയിൽ നമ്മൾ ഇപ്പോൾ വ്യാപൃതരാണ്. और हम लोग इस प्राण का उद्धार में हम बढ़ रहे हैं। ആ പ്രാണന്റെ രക്ഷയിൽ എവിടെയെങ്കിലും നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതിനെ തിരുത്തി ശരിയായ നിലയിൽ മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. तो अभी इस प्राण का उद्धार के विषय में हमारे जीवन में कुछ भी कमियां आए, उस बातों को सुधार कर सही रीति से जीना हम लोग जिम्मेदार है। ഇന്നും നമുക്ക് ശരിയായിരിക്കുന്ന ഒരു ആത്മീയ സ്വഭാവം ഉണ്ടോ? क्या आज भी हमको सही रीति से वो आत्मिक स्वभाव है क्या? ഇന്നും നമുക്ക് ആത്മാവിനെ നടത്തപ്പെടാൻ കഴിയുന്നുണ്ടോ? कि आज भी हमें आत्मा के अनुसार चलाए जा रहे हैं क्या? ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഫലം നമ്മൾ കാണുന്നുണ്ടോ? परमेश्वर जो आग्रह करने वाला आत्मा का फल हमें प्रकट होता है क्या? അതോ ജഡത്തിന്റെ പ്രവൃത്തികളാണോ നമ്മൾ വെളിപ്പെടുന്നത്? या फिर अभी भी शारीरिक क्रियाएं हमारे अंदर प्रकट हो रहा है? അതെ, നമ്മൾ വചനം കേൾക്കുമ്പോൾ ഉടനെ മനസ്സിലാവും. ये वचन सुनते समय में वो बोध फटाक से मिलता है। നമുക്ക് നമ്മള് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ജഡികന്മാരായി ജഡ സ്വഭാവത്തിന് നമ്മൾ വിധേയപ്പെടാം. हम लोग भले ही हम लोग उद्धार पाए हो, नया जन्म पाए हो, तो भी हम लोग शारीरिक स्वभाव बनकर एक शारीरिक विश्वासी के समान हम लोग जी सकते हैं। അങ്ങനെയുള്ളവരുടെ ചിന്താഗതികളും അവരുടേതായ വ്യവഹാരങ്ങളെല്ലാം ലോകപരമായും ജഡപരമായിട്ടും ആയിരിക്കും. तो उन लोगों का सभी विचार और सभी क्रियाएं संसार के अनुसार और शारीरिक अनुसार रहेगा। നമുക്കറിയാം, പിന്നെ റോമാലേഖനം 8-ാം അധ്യായം 5 മുതൽ 8 വരെ വായിക്കുമ്പോൾ रोमियो का पुस्तक 8वां अध्याय 5 से 8 जब पढ़ते समय में, रोमन्स चैप्टर 8 वर्स 5 to 8। ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. पढ़ेंगे रोमियो 8 5 से 8। क्योंकि शारीरिक व्यक्ति शरीर की बातों पर मन लगाते हैं, परंतु आध्यात्मिक आत्मा की बातों पर मन लगाते हैं। शरीर पर मन लगाना
അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ജനിച്ചെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു ജഡീകരെ പോലെ ജീവിക്കാൻ സാധ്യതയുണ്ട്. तो आज भले ही हमारा दोबारा जन्म हुआ हो या नया जन्म हुआ हो, तो भी हम लोग एक शारीरिक अवस्था में, शारीरिक स्वभाव में जीने का अवस्था हो सकता है. കാരണം ചിലർക്ക് ചില നിസ്സാര കാര്യങ്ങൾ മതി അവർ ഉടനെ തന്നെ കോപിക്കും, അവരൊക്കെ പിണങ്ങും, അവര് വലിയ പിടിവാശിയും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തും. അതൊരു ജഡികന്മാരുടെ സ്വഭാവമാണ്. क्योंकि कुछ लोगों को एक छोटा बात काफी है उनको निराश होने के लिए, उनको दुख होने के लिए, उनको गुस्सा होने के लिए, उनको क्रोध होकर उस जिद्द और हठीला मन दिखाने का एक छोटा कारण काफी है. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അവര് സഭയ്ക്കെതിരെയും ദിവ്യാത്മാർക്കെതിരെ എല്ലാം സംസാരിക്കാൻ ആരംഭിക്കും. तो ये सब शारीरिक स्वभाव है. ऐसा स्वभाव के हम अगर रहते समय में क्या होता है, वो लोग कलीसिया के विरुद्ध, प्रभु के दासों के विरुद्ध, वचन के विरुद्ध बोलकर खड़े हो जाते हैं. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പല വിശ്വാസികളുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. और ये इस तरह का छोटा छोटा बातें इस तरह बहुत विश्वासियों में हम देख सकते हैं. അതെന്താണെന്നറിയാമോ? वो क्यों ऐसा है? അവര് ഇതുവരെയും അവരെ ആത്മീയർ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടില്ല. ഇന്നും അവര് ജഡീകരായി ജീവിക്കുന്നതാണ്. क्योंकि वो लोग अभी भी आत्मिक विश्वासी के पदवी के मुकाम में वो लोग पहुंचे नहीं है. वो लोग अभी भी शारीरिक विश्वासी की दशा में ही है. ഇന്നും അവരിൽ ജഡത്തിന്റെ പ്രവൃത്തികളാണ് വെളിപ്പെടുന്നത്. क्योंकि उन लोग के जीवन में आज भी शारीरिक स्वभाव ही प्रकट होता है. നമ്മൾ ചിന്തിക്കുക, നമുക്കറിയാമല്ലോ, പിന്നെ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യം 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ गलतियों का पुस्तक उसका 5वां अध्याय 19 से लेकर 21 तक पढ़ते समय में गैलेशियंस चैप्टर 5 वर्स 19 to 21 ജഡത്തിന്റെ പ്രവൃത്തികളാണ് അവിടെ കാണുന്നത്. यहाँ पर शरीर की क्रियाओं के बारे में हम देख सकते हैं. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് ഇവ വെളിവാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം വെളിപ്പെട്ടു വരുന്ന, അപ്പം ഇതെല്ലാം വേണമെന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും അവനൊരു ജഡീകനാണെന്ന. तो यहाँ पर शरीर की क्रियाओं के बारे में देखते हैं. हम लोग जल्दी पढ़ेंगे गलतियों का पुस्तक 5 का 19 से 21 का शुरुआत तक. हाँ. हाँ बस. तो ये सब बातें जो है ये शारीरिक स्वभाव की बातें हैं. അപ്പോൾ ഇവിടെ നമുക്ക് പിണക്കമുണ്ട്, പകയുണ്ട്, ക്രോധമുണ്ട്, ശാഠ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരുന്നത്, ഭിന്നതയുണ്ട്, ഇതൊക്കെ കൊണ്ടുവരുന്നത് ഒരു ജഡീകന്റെ കാര്യമാണ്. तो यहाँ पर देखो, गुस्सा है, ईर्ष्या है, हठीलापन है, फूट लाने का स्वभाव है, गुस्सा है, ये सब बातों का ये एक शैतान का स्वभाव है जो प्रभु शैतान लाता है. ഇതെല്ലാം ഈ ജഡത്തിലുണ്ട്. और ये सब हमारे शरीर में है. അപ്പോൾ ഈ ജഡത്തെ നമ്മൾ ജയിക്കണം. तो इसलिए ये शरीर को हमें इस पर विजय पाना है. ഒരു യഥാർത്ഥ വിശ്വാസി, एक सच्चा विश्वासी അവർക്ക് ഈ ജഡത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് കാണേണ്ടത്? ये अपना ये शारीरिक अवस्था को किस रीति से वो देखना है. एक सच्चा विश्वासी को അതേ ഗലാത്യർ 5:24 വായിക്കുമ്പോൾ गलतियों का पुस्तक 5 का 24 में हम पढ़ते हैं. गलेशियंस 5:24 ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ വെച്ചിരിക്കുന്നു എന്നല്ല, ക്രൂശിച്ചിരിക്കുന്നു എന്ന്. हाँ पढ़ेंगे 24 को. और जो मसीह चुके हैं उन्होंने शरीर की उसकी लालसा और अभिलाषा समेत क्रूस पर चढ़ा दिया है. देखो, उसका शरीर की लालसा और अभिलाषा को साथ में रखा, ऐसा नहीं कहा है, बल्कि उसको क्रूस में चढ़ा दिया है. അപ്പോൾ അത് ക്രൂശിലാണ് നമ്മൾ കാണേണ്ടത്. तो इसके लिए हमें उसको क्रूस में देखना है. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഈ ലോത്തിന്റെ ഭാര്യയെ പോലെ ലോകത്തിലേക്കോ ജഡത്തിലേക്കോ അല്ല നമ്മുടെ ചിന്താഗതി പോകണ്ടേ, അന്വേഷണം പോകണ്ടേ. നമ്മൾ നിത്യതയിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ അന്വേഷണം, അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കേണ്ടത്. इसके लिए लूत की पत्नी के समान संसार की बातें या शारीरिक बातों के लिए ना रहे, बल्कि आत्मिक बातों के लिए, स्वर्गीय बातों में हमें मन लगाकर वचन के अनुसार हमें जीना है. അപ്പോൾ ഈ യുഗത്തിൽ നാം നമ്മുടെ ദേഹീ ജീവനെ രക്ഷിച്ചാൽ കർത്താവിന്റെ മടങ്ങി വരവിൽ നാം അതിനെ നഷ്ടമാക്കും. तो इसके लिए ये युग में अभी हम लोग जीते समय में यदि अगर हम लोग प्राण को बचाने का जीवन के अनुसार अगर हम जीवन जी रहे हैं तो प्रभु का आगमन में हम अपना प्राण को खोएंगे. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, एक और बार ध्यान से सुनना. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ദേഹീ ജീവനെ രക്ഷിച്ചാൽ കർത്താവിന്റെ മടങ്ങി വരവിൽ നാം അതിനെ നഷ്ടമാക്കും. ये संसार का जीवन में जब हम जीते समय में यदि हम अपना प्राण को प्रिय जानकर उसको बचाना चाहिए, संभाल कर अगर हम जी रहे हैं तो प्रभु का आगमन में हम अपना प्राण को खोएंगे. ഈ യുഗത്തിൽ നാം
നാം എന്താണ് ചെയ്യേണ്ടത്? ये युग में हमें क्या करना चाहिए? നാം കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, അവന്റെ സാക്ഷ്യത്തിന് വേണ്ടി ഈ യുഗത്തിൽ നമ്മുടെ ദേഹിയുടെ ആസ്വാദനം നമ്മൾ നഷ്ടപ്പെടുത്താൻ മനസ്സുള്ളവരായിരിക്കണം. हमें प्रभु के लिए, प्रभु के निमित्त, सुसमाचार निमित्त और उनके गवाही के निमित्त हमारा प्राण को खोने का अवस्था हमें रखना है. നമ്മൾ രണ്ട് വാക്യം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് വായിപ്പിക്കാം. इस बात का थोड़ा और स्पष्टता और जागृति के लिए मैं 2 वाक्य पढ़ाना चाहता हूँ. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യം. मरकोस का सुसमाचार 8वां अध्याय 35 से 38. मार्क चैप्टर 5 35 टू सॉरी मार्क चैप्टर 8 35 टू 38. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ ദേശത്തിൽ വിശുദ്ധ ദൂതന്മാരായി വരുമ്പോൾ നാണിക്കും. मरकोस का सुसमाचार 8वां अध्याय 35 से 38 पढ़ेंगे. क्योंकि जो कोई अपना प्राण बचाना चाहे वो उसे खोएगा, पर जो कोई मेरे और सुसमाचार के लिए अपना प्राण खोएगा वो उसे बचाएगा. यदि मनुष्य सारे जगत को प्राप्त करे और अपने प्राण की हानि उठाए तो उसे क्या लाभ होगा? मनुष्य अपने प्राण के बदले क्या देगा? जो कोई व्यभिचारी और पापी जाति के बीच मुझसे और मेरी बातों से लज जाएगा, मनुष्य का पुत्र भी जब वह पवित्र दूतों के साथ अपने पिता की महिमा से आएगा तब उससे भी लज जाएगा. അപ്പോൾ ഇവിടെ കർത്താവ് വളരെ ആഴമായ ചില സത്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. तो यहाँ पर प्रभु एक बहुत गहरा सच्चाई प्रभु यहाँ पर प्रकट कर रहा है. ഇവിടെ നമ്മുടെ ജീവന് വേണ്ടി മറുവില കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? क्या हे प्रियो, हमारा प्राण को बचाने के लिए हम खुद अपना जान भी दे तो हम बचा सकते हैं क्या? നമ്മുടെ ഈ ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്നതെല്ലാം കൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുത്താലും നമ്മുടെ ജീവനെ നേടുവാൻ നമുക്ക് കഴിയുമോ? क्या हमें हमारे इस जीवन के आयु में हमने जितना संपत्ति कमाया है वो पूरा संपत्ति भी अगर हम प्रभु को दे देंगे तो हम अपना प्राण को बचा सकते हैं क्या? ഇവിടെ കർത്താവ് ചോദിക്കുന്നത് അതിന്റെ 36-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഒരു ചോദ്യമാണ്. तो उधर एक वाक्य 36 में, वहां पर एक 36 में सवाल क्या पूछता है कि एक मनुष्य को क्या लाभ यदि अगर उसने पूरा दुनिया कमा लिया लेकिन अपना प्राण को खो बैठा? നിങ്ങൾ ചിന്തിക്കുക. तो जरा सोचिए, ഒരു വ്യക്തിക്ക് മുഴു ലോകത്തെ നേടുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. एक व्यक्ति को पूरा दुनिया को कमा लेना बोला तो वो बहुत एक नामुमकिन जैसा बात है. वो നമുക്കറിയാം, പിന്നെ അലക്സാണ്ടർ എന്ന രാജാവ് ലോകം മുഴുവൻ നേടിയൊന്നുമില്ല. എങ്കിലും നമ്മൾ പറയുന്നത് താൻ വലിയൊരു ചക്രവർത്തിയായിരുന്നു, താൻ അനേക ദേശങ്ങളെ കീഴടക്കിയും എന്നാൽ തന്റെ ജീവിതത്തിൽ തന്റെ ജീവനെ നേടുവാൻ തനിക്ക് കഴിഞ്ഞില്ല. तो हम देखते हैं कि अलेक्जेंडर को करके जब वो जो बड़ा राजा है वो हम बोलते हैं कि वो बहुत बड़ा महान राजा, वीर राजा, उसने पूरा दुनिया को कब्जा किया है ऐसा नहीं, लेकिन उसने बहुत राज्यों को और साम्राज्यों को उसने हराया है, कब्जा किया. एक बहुत बड़ा चक्रवर्ती था, लेकिन वो व्यक्ति अपना प्राण को बचा पाया क्या? തന്റെ മരണസമയത്ത് തന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആൾക്കാരോട് താൻ പറഞ്ഞത്, നിങ്ങൾ ഈ ശവപ്പെട്ടിയുടെ 2 സൈഡിലേക്കും ഓരോ ദ്വാരമുണ്ടാക്കി എൻ്റെ കൈകൾ തുറന്നിട്ടേക്കണം. കാരണം ആരെങ്കിലും ചോദിക്കും എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ, അലക്സാണ്ടർ ലോകത്തെ വെട്ടിപ്പിടിച്ചുവെങ്കിലും അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോയില്ലെന്ന് അവരോട് പറയണം എന്നൊരു സാക്ഷ്യം താൻ പറയുകയുണ്ടായി. तो अलेक्जेंडर जब वो मरते समय में वो अपना चेलाओं को बुला के कहता है, उसका दासों को बुलाकर वो क्या कहता है, जब तुम मेरा लाश वापस तुम लोग नगर में लेकर जाते समय में उस शव पट्टी में से हाथ, मेरा दोनों हाथों को बाहर ऐसा खुला करके दिखाना. तो लोग पूछेंगे ये क्या, इतना बड़ा राजा का हाथ ऐसा खोल कर क्यों रखा है, शव पट्टी के बाहर क्यों रखा है? तब आप तुम लोग जवाब देना कि ये अलेक्जेंडर जो बहुत महान है, कहता है पूरा दुनिया को कब्जा करने के लिए गया और कोशिश करके कब्जा किया, लेकिन वो खाली हाथ वो जा रहा है. അവൻ ഈ ലോകത്തിലൊന്നും കൊണ്ടുവന്നില്ല, ഇവിടുന്നൊന്നും കൊണ്ടുപോയില്ല എന്നവരോട് പറയണം. तो तुम लोगों को कहना कि मैं इस दुनिया में आते समय में मैं खाली हाथ आया था, मैं जब दुनिया छोड़कर जा रहा हूँ खाली हाथ जा रहा हूँ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല, ഈ ലോകത്തിലെ ഒന്നും കൊണ്ടുപോകുകയില്ല എങ്കിൽ തന്നെയും നമ്മളോട് കൂടെ വരുന്ന ഒരു കാര്യമുണ്ട്. आमेन. तो ये विश्वासियों, इसलिए मैं एक बात बताना चाहता हूँ, हमारे विषय में भी ये बात सच है कि हम लोग इस दुनिया में खाली हाथ आए थे और जाएंगे तो खाली हाथ जाएंगे, लेकिन ऐसा अवस्था
हमारे अंदर है, तो भी हम विश्वासियों के विषय में देखा जाए तो एक ऐसा बात है जो हम लोग आने वाले युग में लेकर जाएंगे। നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുപോകും. हम लोग कुछ बातें लेकर जाएंगे प्रियो। അതെന്താണെന്ന് അറിയാമോ? वो क्या है? അത് നമ്മൾ ക്രിസ്തുവിൽ ചെയ്ത നമ്മുടെ പ്രവൃത്തികളാണ്. आमेन। वो हमने मसीह में जो भी क्रिया किया है वो क्रिया ही हमारे पीछे आएगा। ഇവിടുത്തെ ബിൽഡിങ്ങോ ഇവിടുത്തെ വണ്ടികളോ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളോ ഒന്നും കൊണ്ടുപോയില്ല. इधर का आलीशान जीवन, इधर का बिल्डिंग, इधर का कार जो हमने कमाया है वो लेकर नहीं जाएंगे हम। എന്നാൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മളോട് കൂടെ വരും. लेकिन हमने जो किया हुआ क्रिया है वो हमारे पीछे आएगा। അതാണ് നമ്മൾ സൂക്ഷിക്കണ്ടേ. ये बात को हमें संभालना है। നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വെളിപ്പാട് പുസ്തകം 14:13 വായിക്കുന്നത്. प्रकटीकरण का पुस्तक उसका 14 अध्याय वाक्य 13 में हम पढ़ते हैं। रेवलेशन 14:13। അതുകൂടെ വേണേ വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാവുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. पढ़ेंगे 14 का 13 प्रकटीकरण। फिर मैंने स्वर्ग से यह शब्द सुना, लेख जो प्रभु में बसते हैं वे आपसे धन्य हैं। आत्मा कहता है हाँ, क्योंकि वे अपने सारे परिश्रम से विश्राम पाएंगे और उनके कार्य उनके साथ हो देते हैं। അപ്പോൾ അവരുടെ പ്രവൃത്തികൾ അവരോട് കൂടെ പോകും. तो उनका क्रियाएं उनके पीछे जाएंगे। അത് നമ്മള് ഇന്ന് നമ്മള് കീ വേർഡ് ആയിട്ട് പഠിച്ച വെളിപ്പാട് 22:12 വായിക്കുണ്ടായിരുന്നു. वो आज हमने शुरुआती वाक्य में जो मूल वाक्य हमने लिया था प्रकटीकरण का पुस्तक 22:12 में भी हमने वहां पर भी हमने देखा ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം പക്കലുണ്ട്. ഓരോരുത്തരുടെ പ്രവൃത്തി അത് അവനോട് കൂടെ ചെല്ലും. ആ പ്രവൃത്തിക്ക് അനുസരണമാണ് നമുക്ക് ഇനി ഭാവിയിൽ കിട്ടുവാൻ പോകുന്നത്. तो प्रकटीकरण 22:12 में हम क्या पढ़े थे कि एक एक व्यक्तियों का क्रिया क्या करेगा उसके पीछे होएगा, क्योंकि एक एक व्यक्तियों का क्रिया ये रहेगा उसके हिसाब से प्रभु प्रतिफल देगा। അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, तो इधर हमें एक समझने वाला बात यह है, നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങൾ നമ്മൾ ലോകത്തെ വെട്ടിപ്പിടിക്കുവാനല്ല. तो इसके लिए अभी हमको जो समय मिला है वो संसार को कमाने या कब्जा करने के लिए नहीं, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കണം. वो हमें संसार में जीते समय में कैसा हमें समय का इस्तेमाल करना है वो बात को हमें समझना है। ഈ സമയം നമ്മൾ ചെലവിടേണ്ടത് കർത്താവിന് വേണ്ടിയാണ്. हम अभी जो समय हम जो बिताते हैं इसको इस्तेमाल करना है प्रभु को कमाने के लिए है। അത് സുവിശേഷത്തിന് വേണ്ടിയാണ്. वो सुसमाचार के निमित्त होना चाहिए, അത് കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടിയാണ്. वो प्रभु का गवाही के लिए होना चाहिए। എന്നാൽ ഇന്ന് അനേകരും ഈ കാര്യങ്ങൾ അത് അറിഞ്ഞ് ചെയ്യുന്നില്ല. लेकिन आज बहुत से लोग ये बात जानकर भी वो लोग करते नहीं है। നമ്മള് ഈ ഭാഗങ്ങൾ നിങ്ങൾ മർക്കോസ് 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. आप लोग मरकोस का सुसमाचार उसका 8वां अध्याय उसका 35 से 38 जो हमने पढ़ा उसको ध्यान पूर्वक आप समझ फिर से स्टडी करना आप लोग। ഇപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു പോയിന്റ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അത് പിന്നീട് ക്ലാസ്സിൽ അതിന്റെ ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരുപാട് വിശദീകരിക്കുന്നില്ല. तो हमें इस वाक्य में से अभी मुझे मेरा खास पॉइंट लेना है, उसके लिए मैं वो वाक्य पढ़ा रहा हूँ। उसका आगे की बातें मैं आने वाले दिनों में उसका क्लास में मैं और लूंगा। അപ്പോൾ ഈ യുഗത്തിൽ നമ്മുടെ ദേഹി ജീവനെ നമ്മളെ രക്ഷിക്കാതെ ഈ യുഗത്തിൽ നമ്മുടെ ദേഹി ജീവനെ കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും അവന്റെ സാക്ഷ്യത്തിന് വേണ്ടിയും നമ്മൾ ചിലവിടണം. तो इसके लिए क्या करना है, ये दुनिया में हम जीते समय में हम अपना प्राण को ना बचाए या प्राण को ना संभाले, बल्कि प्रभु के निमित्त सुसमाचार के निमित्त और गवाही के निमित्त हमें प्राण को खोना है। നമുക്കറിയാം, ഞാൻ രണ്ടാമതൊരു വാക്യം കൊണ്ട് വായിപ്പിക്കാൻ ആഗ്രഹിച്ചത് വെളിപ്പാട് 1:9 तो मैंने बोला था 2 वाक्य हमें पढ़ना है करके, उसमें से दूसरा वाक्य है प्रकटीकरण का पुस्तक 1:9। നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണ്. और गए दिनों में भी हमने ये वाक्य पढ़ा था रेवलेशन 1:9। കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ പറയുന്ന സാക്ഷ്യമാണ്, യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. उसमें यूहन्ना जो प्रभु का चेला है वो गवाही देता है। प्रकटीकरण 1:9 में पढ़ेंगे। അപ്പോൾ നമുക്കറിയാം, ഇവിടെ പല ആവർത്തി ചരിത്രം പറയുന്നത് ഈ യോഹന്നാൻ വളരെ പ്രായമുള്ള ഒരു വൃദ്ധനായ ദൈവദാസനാണ്. എന്നിട്ട് പോലും തന്നോടൊരു മനസ്സിലെ അവർക്ക് തോന്നിയില്ല.
तो हमने इतिहास ये बात का गवाही देता है कि जो यूहन्ना जो है वो उस समय में वो बहुत ही बूढ़ा हो गया था, वो बहुत कमजोर व्यक्ति था, लेकिन फिर भी जब उसने इस तरह का सुसमाचार कार्य किया तो उस समय का सरकार उसके ऊपर कोई दया नहीं दिखाया, एक सीनियर सिटीजन होने के बाद भी। ഏകദേശം 95 വയസ്സ് പ്രായമുണ്ട്. लगभग 90 से ज्यादा 95 ईयर्स से भी ज्यादा उम्र उनको था। എന്നിട്ടും എന്നോട് പറയാണ്, യോഹന്നാനെ നീ എന്തിന് അവിടെ പത്മോസ് ദ്വീപ് പോയി കടന്ന് പിന്നെ കഷ്ടപ്പെട്ട് മരിക്കണം, നീ ഒരു പ്രാവശ്യം ഒന്ന് നീറോ പിന്നെ കർത്താവാണെന്നൊന്ന് പറഞ്ഞാൽ മതിയല്ലോ, നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് വളരെ ഉപദേശിച്ചു. तो उसका अधिकारियों ने जब उसको पकड़ा, रोम के अधिकारियों ने उसको पकड़कर बोला, हे यूहन्ना तू इतना बूढ़ा हो गया, तू क्यों अभी ये बुढ़ापे में पत्मोस द्वीप में जाकर तू और कष्ट सहेगा, एक आसान रास्ता तुझे बताता हूँ, तू क्या कर, जो ये नीरो चक्रवर्ती है वही परमेश्वर है, तू बोल दे, अंगीकार कर ले, हम तुझे छोड़ देंगे। അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നത് അറിയോ, അവനവന്റെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുക, അപ്പോൾ കർത്താവിന്റെ വരവിൽ അവനവന്റെ പ്രാണൻ നഷ്ടമാകും. तो अधिकारी क्या बोला, तू सिर्फ एक ही बार बोल दे हम छोड़ देंगे, तो उधर वास्तव में क्या होगा, अगर एक बार भी उसने अगर बोल दिया तो वो क्या करेगा, वो अपना प्राण को तभी बचाने देखेगा, यदि उसने अभी तभी अपना प्राण बचा लेगा तो उधर प्राण को खोएगा। എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, लेकिन इधर यूहन्ना गवाही देता है, ഞാൻ എന്റെ പ്രാണനെ രക്ഷിക്കുവാൻ ഞാൻ നോക്കിയില്ല, मैं मेरा प्राण को बचाने को नहीं देखा, ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം ഞാൻ പത്മോസിലായിരുന്നു. मैं परमेश्वर के वचन के निमित्त और यीशु मसीह के गवाही के निमित्त पत्मोस डाकू में था। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന ഈ ചെറിയൊരു ആയുസ് നമ്മൾ എന്ത് ചെയ്യണം? इसके लिए हमें जो मिला हुआ ये छोटा सा उम्र में, ये छोटा उम्र में हमें क्या करना चाहिए? അത് നമ്മുടെ ദേഹി ജീവനെ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ കളയണം. हमें ये हमारा ये प्राण का जीवन को हमारे प्रभु के निमित्त उसको बाहर इसको खोना है। ഈ കാര്യമാണ് നമ്മൾ ശരിക്കും നമ്മുടെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ये बातों को हमें गहराई से हमें समझना है। അപ്പോൾ ഈ ചെറിയൊരു ആയുസ് ये एक छोटा उम्र में സഭയ്ക്ക് വേണ്ടിയും എല്ലാ വിശുദ്ധന്മാർക്ക് വേണ്ടിയും നമ്മുടെ ദേഹി ജീവനെ നമ്മൾ ഉപേക്ഷിക്കണം. कलीसिया के निमित्त और प्रभु के वचन के निमित्त हमें हमेशा अपना प्राण को हमें खोना है। ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കട്ടെ, एक और बार याद दिलाना चाहता हूँ, രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്മാരും, नया जन्म पाया हुआ हर एक विश्वासी, സഭയോട് ചേർക്കപ്പെട്ട ഓരോ വിശുദ്ധനും, जो कलीसिया के साथ जुड़ा हुआ हर एक पवित्र जन, എല്ലാ വിശുദ്ധന്മാർക്ക് വേണ്ടിയും सभी पवित्र जनों के लिए, സഭയ്ക്ക് വേണ്ടിയും कलीसिया के लिए തന്റെ ദേഹി ജീവനെ നഷ്ടമാക്കണം. अपना प्राण को खोना है। പറയുന്നൊരു സാരം कहने का उद्देश्य है, ഞാൻ ഒന്നുകൂടെ വചനത്തിലൂടെ വ്യക്തമാക്കാം. मैं वचन के द्वारा और स्पष्ट करना चाहता हूँ। 1 യോഹന്നാൻ 3:16 पहला यूहन्ना 3:16, 1 John 3:16। അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. हाँ, एकदम ध्यान पूर्वक पढ़ना। पहला यूहन्ना 3:16। हमने प्रेम से जाना कि उसने हमारे लिए अपने प्राण दे दिए, अब हमें भी भाइयों के लिए प्राण देना चाहिए। आमेन। ഈ ശബ്ദം നിങ്ങൾ എപ്പോഴെങ്കിലും വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ? क्या ये वाक्य को कभी भी ध्यान से और गंभीर रीति से आपने पढ़ा है क्या? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്ക് എല്ലാവർക്കും കാണപ്പെടാണ്. हम लोग यूहन्ना का सुसमाचार उसका 3:16 का वाक्य हम लोग अच्छी तरह से जानते हैं, बायाट है हमको वाक्य। നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? आप लोग को मालूम है ना यूहन्ना का सुसमाचार 3:16। തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. जल्दी पढ़ेंगे यूहन्ना 3:16। क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना एकलौता पुत्र दे दिया, ताकि जो कोई उस पर विश्वास करे वह नष्ट न हो, परंतु अनंत जीवन पाए। आमेन। അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് പിതാവ് നമ്മളെ സ്നേഹിച്ചിട്ട് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെന്ന. हमें यूहन्ना का सुसमाचार 3:16 जब पढ़ते समय में उधर क्या देखते हैं कि परमेश्वर ने हमसे इतना प्रेम किया कि उन्होंने अपने एकलौता पुत्र को हमारे लिए दिया, ये बात हम पढ़ते हैं। കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ. ऐसा क्यों? ताकि जो कोई भी उस प्रभु पर विश्वास करेगा तो उनको अनंत काल का जीवन मिलेगा। കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. जो कोई भी प्रभु यीशु मसीह पर विश्वास करता है उन सबको अनंत काल का जीवन मिलेगा। എന്നാൽ 1 യോഹന്നാൻ 3:16
3:16 പറയുന്നത് എന്തുവാ? लेकिन पहला यूहन्ना 3:16 क्या कहता है? അത് നമ്മൾ ശരിക്കും പഠിക്കണം. वो भी हमें पढ़ना चाहिए. ഇവിടെ നമുക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഒഴുക്കി കളഞ്ഞു. यहाँ पर प्रभु हमें बचाने के लिए, हमारे प्राण को बचाने के लिए उन्होंने अपना प्राण को बहा दिया. ഇനി കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ പറയുകയാണ്, उसके बाद ये बात को समझने के बाद യോഹन्ना प्रभु का चेला യോഹन्ना पहला യോഹन्ना में कहता है, യോഹന്നാൻ 3:16 पहला യോഹन्ना 3:16 में हमने पढ़ा अभी, അവൻ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി उन्होंने हमारे लिए, मतलब प्रभु ने हमारे लिए തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. उन्होंने अपना प्राण को हमारे लिए बहाया है, जिससे हमें मालूम पड़ गया कि प्रेम क्या है. അപ്പോൾ നമുക്ക് ഈ സ്നേഹത്തെ അറിയാൻ കഴിഞ്ഞത് എപ്പോഴാണ്? तो ये प्रेम क्या है, हम कैसा मालूम पड़ा हमें? ദൈവം സ്നേഹമാണെന്ന് ഈ ലോകം അറിഞ്ഞ എപ്പോഴാണ്? परमेश्वर प्रेम है करके संसार कैसा जाना? ദൈവത്തെ കുറിച്ച് ജനത്തിന് ലോകത്തിന് ഒരു വികല്പമായ ചിന്താഗതിയും അറിവും ഉണ്ടായിരുന്നേ. हमें संसार के लोगों को परमेश्वर है एक साधारण रीति का चिंता ही परमेश्वर कौन है करके थोड़ा बातें ही मालूम था. നമുക്കറിയാം ജാതികളുടെ ദേവന്മാരെ കുറിച്ച് വാളും പിടിച്ചുകൊണ്ട് വലിയ ക്രോധാകാന്തനായി നിൽക്കുന്ന ഒരു ഭീകരനായ ഒരു ദൈവത്തെ അവർ മനസ്സിലാക്കുന്നു. हम लोग देखो ये संसार के लोगों का, उनका देवों का चित्र कैसा है. उनका देवों का चित्र में देखते समय में उनका देव एकदम ऐसा बड़ा विशाल वीर का जैसा, पांचे हाथे है, तलवार लेकर हथियार लेकर खड़ा है, एकदम भयंकर अवस्था में उनका अवस्था को देखते हैं. എന്നാൽ നമ്മുടെ ബൈബിളിൽ പറയുന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനായ ഒരു പിതാവാണ്. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. लेकिन बाइबल में लिखा हुआ परमेश्वर के बारे में क्या लिखा है? वो एक प्रेम करने वाला पिता है, प्रेम करने वाला परमेश्वर है. वो हमसे प्रेम करता है. നമുക്ക് ആ സ്നേഹം എവിടെ കാണാം? और ये प्रेम किधर प्रकट हुआ? അത് കാൽവരി ക്രൂശിൽ. उस कलवरी क्रूस में. അതെ, ആ ക്രൂശിൽ നമ്മൾ എന്താണ് കാണുന്നത്? उस कलवरी क्रूस में हम क्या देखते हैं? കാൽവരി ക്രൂശ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനശാലയാണ്. कलवरी क्रूस बोला तो वहाँ परमेश्वर का प्रेम का प्रकटीकरण का एक जगह स्थान है वो. Praise the Lord. आमेन. ദൈവമേ, അത് കാണാൻ കഴിയാതെ പോകുന്നതാണ് മാനവരാശിയുടെ ഏറ്റവും വലിയ ശാപം. मनुष्य जात का सबसे बड़ा श्राप क्या है? वो प्रेम का प्रकटीकरण इतना स्पष्ट से दिखाकर भी वो देख नहीं पा रहे. Praise the Lord. Lord Jesus. ആരാണ് ദൈവമേ ക്രൂശിൽ മരിച്ചത്? हे प्रियो, उस क्रूस में कौन मरा? എന്തിനു വേണ്ടിയാണ് മരിച്ചത്? क्यों मरा? ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? किनके लिए मरा? അതറിയാതെ പോകണമെന്നാണ് ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്ന പിശാചിന്റെ തന്ത്രം. ये सब बातें ना जाने वो ये दुनिया का ईश्वर जो शैतान है, लोगों का मन को अंधकार करता है ताकि कोई भी सच्चाई ना जाने. നമുക്കറിയാമല്ലോ, പിന്നെ എവിടെയെല്ലാം സുവിശേഷം അറിയിക്കുന്നുണ്ടോ हम देखते हैं जिधर भी हम सुसमाचार बांटते हैं, അവിടെയെല്ലാം ശത്രു ഈ സുവിശേഷത്തിനെതിരെ ഈ സത്യം വെളിപ്പെടാതിരിക്കുവാൻ വേണ്ടി പോരാടുന്നുണ്ട്. हम देखते हैं कि ये शैतान जो शत्रु है वो क्या करता है? सुसमाचार ना समझे इस हिसाब से वो कार्य करता है. നമുക്കറിയാം 2 കൊരിന്ത്യർ 4:4 दूसरा कोरिन्थी 4:4 में हम पढ़ते हैं, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. हाँ उधर पढ़ेंगे दूसरा कोरिन्थी 4:4. അപ്പോൾ ഈ പ്രകാശം ലഭിക്കാതെ ഒരു വ്യക്തിക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. मतलब जब तक ये प्रकटीकरण मिलेगा नहीं, तब तक प्रकटीकरण मिलकर विश्वास नहीं करेगा, तब तक वो बच नहीं पाएगा. ദൈവത്തിന്റെ മക്കളെ എവിടെ ചെന്നാലും ഈ ക്രൂശ് പ്രസംഗിക്കാൻ കാരണം ഈ ക്രൂശിൽ മാത്രമാണ് നമ്മുടെ രക്ഷ ഉൾക്കൊണ്ടിരിക്കുന്നത്. इसलिए प्रभु के बच्चे, प्रभु के संतान जिधर भी जाते समय में क्रूस का संदेश क्यों देता है? क्योंकि क्रूस का संदेश में उद्धार है. എന്നാൽ അത് നമ്മൾ ഗ്രഹിക്കരുതെന്നാണ് ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്ന ഈ പിശാചിന്റെ ലക്ഷ്യം. लेकिन ये बात हम ग्रहण ना करें, इसके लिए यही तो है, ये जगत का ईश्वर हमें लोगों को अंधा करता है. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ കർത്തവ്യം, इसलिए हम जो बच गए हैं, उद्धार पाए हैं, हमारा जिम्मेदारी ये है कि അതാണ് യോഹന്നാനോട് വെളിപ്പെടുത്തുന്നത്. वो है യോഹन्ना यहाँ पर प्रकट करके देता है. ഞാൻ ഒന്നുകൂടെ വായിച്ചോട്ടെ. 1 യോഹന്നാൻ 3:16. पहला യോഹन्ना 3:16 में हम फिर से पढ़ते हैं, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. पढ़ेंगे 16 का ए पार्ट पढ़ेंगे खाली. हमने प्रेम इसी से जाना है हाँ. कि उसने हमारे लिए प्राण दिए. आमेन. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്നേഹം അറിയുക മാത്രമാണോ ചെയ്തേ? एक अर्थ से अगर देखा जाए तो क्या हम लोग प्रेम क्या है सिर्फ इतना ही जान लिया है क्या? അല്ല, നമുക്ക് ആ ദൈവ സ്നേഹത്തെ നമുക്ക് ലഭിച്ചു, അത് നമ്മൾ ആസ്വദിക്കുന്നു. केवल उतना ही नहीं, बल्कि वो प्रेम क्या है वो हमको मिला, हमारे अंदर है और उसको हम आश्वासन भी कर रहे हैं, अनुभव कर रहे हैं. കാരണം പിന്നെ റോമർ 5:5 വായിക്കുന്നുണ്ട്, നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. क्योंकि रोमियो का पुस्तक 5:5 में, रोमन्स 5:5 में हम पढ़ते
समय में परमेश्वर ने जो पवित्र आत्मा दिया है, उन्होंने उनके वो पवित्र आत्मा के द्वारा हमारे अंदर प्रेम को उंडेला है। അപ്പോൾ ദൈവം തന്റെ സ്നേഹം നമുക്ക് നൽകിയ ആത്മാവിലൂടെ നമുക്ക് തന്നു. इसलिए परमेश्वर ने अपना प्रेम पवित्र आत्मा के द्वारा हमारे अंदर बहाया है। ഇനി ആ സ്നേഹമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. अब वो प्रेम को हमें दूसरों के साथ बांटना है। ആ സ്നേഹത്തിലാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ നൽകിയത്. उस प्रेम के विषय में आते समय में प्रभु ने अपना प्राण को बहा दिया। അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, इसलिए पहला यूहन्ना में हम पढ़ते हैं, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. हम भी अपने भाइयों के लिए प्राण को देना जरूरी है। യഥാർത്ഥ സഭാജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ കർത്തവ്യം ഇതാണ്. एक सच्चा कलीसिया जीवन में प्रवेश किया हुआ हर एक विश्वासियों का यही एक बहुत बड़ा जिम्मेदारी है। ഈ കർത്തവ്യം നമ്മൾ മറന്ന് ജീവിച്ചാൽ ये जिम्मेदारी को यदि हम भूल गए तो നമ്മുടെ ദൈവത്തിന് നമ്മൾ പ്രയോജനമുള്ളവരായി തീരുന്നില്ല. फिर हम लोग प्रभु के लिए उपयोगी पात्र नहीं बनेंगे। ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. इसके लिए मैं आप लोग एक सवाल पूछना चाहता हूँ। പൗലോസ്ലീഹ പറയുന്ന ഒരു സാക്ഷ്യവചനം പോലെ നമുക്ക് പറയാൻ കഴിയുമോ? पौलुस ने जिस तरह एक गवाही दिया, क्या वो गवाह हम भी दे सकते हैं क्या? അതെന്താണെന്ന് ഞാൻ വായിച്ചേൽപ്പിക്കാം. वो गवाही क्या है हम पढ़ेंगे। ഫിലിപ്പ് ലേഖനം 2:17 വാക്യം. फिलिपियों का पुस्तक 2:17, फिलिपियंस चैप्टर 2 वर्स 17। എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടുകൂടെ എല്ലാവരോടും കൂടെ ഞാൻ സന്തോഷിക്കും. पढ़ेंगे फिलिपियों 2:17। यदि मुझे तुम्हारे विश्वास रूपी बलिदान और सेवा के साथ अपना लहू भी बहाना पड़े तो भी मैं आनंदित हूँ और तुम सबके साथ आनंद करता हूँ। അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? तो इधर हम क्या देखते हैं, നമ്മുടെ കൂട്ടു സഹോദര വർഗത്തിന്റെ വിശ്വാസത്തിന്റെ വർധനയ്ക്ക് വേണ്ടിയിട്ട് താൻ ഇവിടെ തന്റെ പ്രാണനെ ഒഴുക്കിക്കളയാൻ തയ്യാറാണ്. मतलब वो अपने सह भाइयों का उन्नति के लिए, उनको वचन का स्पष्टता और अधिक समझने के लिए, उनका सेवा के विषय आते समय में मैं मेरा सह भाइयों के लिए अपना प्राण को बहा देने के लिए भी तैयार हूँ। നിങ്ങൾ ചിന്തിക്കുക, പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ വിശ്വാസത്തിൽ ബലഹീനരാണെന്ന് കാണുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയണം. इसके लिए हमें ये बात समझना प्रियो, हमारे सह भाइयों को जब हम देखते समय में वो भाई लोग जब वो कमजोर है करके दिखता है तो हमें उनको मदद करना है, हमें हमेशा तैयार रहना चाहिए। നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. സന്തോഷത്തോടു കൂടി ഞാൻ ആ ശുശ്രൂഷ നിർവഹിക്കുന്നതാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. मतलब तुम्हारा विश्वास का वो सेवा बढ़ाने, उस विश्वास को बढ़ाने के लिए इस सेवा का अवस्था आते समय में मुझे अगर लहू भी बहाना पड़े तो भी मैं बहाने तैयार हूँ। मतलब उतना वो भाइयों का सेवा के लिए उतना तैयार था। അന്ന് അത് ഇത്രമാത്രം അനിവാര്യമാണെങ്കിൽ अगर उस दिनों में उस तरह का गवाही में वो जी पाया तो ഇന്ന് അതിനേക്കാൾ എത്രമാത്രം ഇത് അത്യാവശ്യമാണ് വിശുദ്ധന്മാരുടെ മധ്യത്തിൽ. तो आज पवित्र लोगों के बीच में कितना अधिक इसका जरूरत है। കാരണം ഇത് വിശ്വാസ ത്യാഗത്തിന്റെ ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുക. क्योंकि हमें ऐसा समय में जी रहे हैं जहाँ पर विश्वास का त्याग होना, विश्वास को ठुकरा कर जीने का अवस्था है। നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ പലരും ചിലപ്പോൾ പല രീതിയിൽ ഇടർച്ചകൾ സംഭവിച്ച് ഇടർന്നുണ്ടാകാം. हमारे साथ जीने वाले हमारे सह भाई लोग उनके कमजोरी की वजह से विश्वास को ठुकरा कर जीने का एक अवस्था उनके जीवन में आ सकता है, അതുകൊണ്ട് തന്നെ അവർക്ക് കൂട്ടായ്മയോട് വലിയ പ്രതിപത്തിയില്ല. जिसके वजह से वो लोग संगति को पसंद नहीं करेंगे നമ്മൾ മറ്റുള്ള സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടതിന് പകരം അവരെ വെറുക്കാൻ തുടങ്ങുന്നു. और हम जो भाइयों से प्रेम करना चाहिए उसके बदले हम नफरत करने लगेंगे। ഇതൊന്നും ഒരു കാരണമില്ലാത്ത കാര്യമാണ്. ये सब बिना कोई कारण का बातें हैं। മാത്രമല്ല, केवल वही नहीं, നമ്മൾ ആ ദൈവസ്നേഹത്തെ ആസ്വദിക്കുന്നുവെങ്കിൽ यदि अगर सच्ची में प्रभु परमेश्वर का प्रेम को अगर हम महसूस कर पा रहे हैं तो നമുക്കുള്ളിൽ അങ്ങനെ ഒരു വെറുപ്പോ പകയോ വിദ്വേഷമോ കൊണ്ടുവരാൻ പറ്റത്തില്ല. तो कभी भी शैतान हमारे जीवन में नफरत, भेदभाव, ईर्ष्या, इस तरह का भाइयों के विरुद्ध का बातें कभी ला नहीं पाएगा। ഞാൻ എപ്പോഴും നിങ്ങളോട് ഓർപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, ദൈവമക്കള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 1 കൊരിന്ത്യർ 13:4-7 വരെയുള്ള വാക്യം വായിക്കണമെന്ന്. मैं हमेशा मेरे प्रियजनों को एक बात मैं याद दिलाता हूँ कि हफ्ते में कम से कम एक बार 1 कोरिन्थी उसका 13 अध्याय 4 से 7 पढ़ना चाहिए करके मैं बहुत बार विश्वासियों को मैं कहता हूँ। നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവുമല്ലോ. आप लोगों को याद रहेगा वो बात, കാരണം ദൈവസ്നേഹത്തിന്റെ 15 സവിശേഷതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. क्योंकि परमेश्वर के प्रेम का विषय का 15 खासियत वहां पर हम देख सकते हैं। സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, प्रेम जो है क्षमा करता है, ദയ കാണിക്കുന്നു, दया दिखाता है, ഇത് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, वो फूलता
फूलता नहीं, സ്നേഹം നിഗളിക്കുന്നില്ല, वो कभी घमंड नहीं करता, സ്നേഹം ചീർക്കുന്നില്ല, वो फूकता नहीं, അയോഗ്യമായി നടക്കുന്നില്ല, अयोग्य रीति से नहीं चलता, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, स्वार्थ नहीं ढूंढता, ദേഷ്യപ്പെടുന്നില്ല, गुस्सा नहीं करता, ദോഷം കണക്കിടുന്നില്ല, किसी का बुराई नहीं लेता, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, अधर्म की बातों में आनंद नहीं उठाता, സത്യത്തിൽ മാത്രം സന്തോഷിക്കുന്നു, सिर्फ सत्य में खुशी आनंद करता है, എല്ലാം പൊറുക്കുന്നു, सब क्षमा करता है, सब सहता है, എല്ലാം വിശ്വസിക്കുന്നു, सब विश्वास करता है, എല്ലാം പ്രത്യാശിക്കുന്നു, सब बातों में आशा रखता है, എല്ലാം സഹിക്കുന്നു. सब बातों को सहता है. 15 കൂട്ട കാര്യം. इस तरह का 15 बातें. നിങ്ങളത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു ആത്മീയനായി ജീവിക്കുന്നുവെങ്കിൽ ഈ ഗുണവിശേഷങ്ങൾ നമ്മളിൽ ഉണ്ടാകും. इसके लिए अगर मैं एक सच्चा विश्वासी हूँ, इस बात का बोध ही अगर हम में है तो ये स्वभाव, वो गुण, ये बात सब में दिखेगा. ദൈവമക്കളെ നമ്മളെ പരിശോധിക്കണം. इसलिए हे प्रभु प्रियो वचनों को हमें परखना है. ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പ്രാപിച്ചവനാണെങ്കിൽ ഈ ആത്മാവിൽ നമുക്ക് ദൈവസ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എങ്കിൽ ആ സ്നേഹത്തിന്റെ 15 ശ്രേഷ്ഠ സവിശേഷതകൾ അവിടെ വായിക്കുന്നത്. तो अगर मैं वास्तव में प्रभु का जीवन प्राप्त किया हूँ और पवित्र आत्मा मेरे अंदर है, पवित्र आत्मा मेरे अंदर है, तो परमेश्वर ने अपना प्रेम पवित्र आत्मा के द्वारा मेरे अंदर बहाया है. अगर वो प्रेम मेरे अंदर बहाया है तो उस प्रेम का 15 विशेष गुण जो अभी हमने 1 कोरिन्थी 13 अध्याय उसका 4 से 7 हमने जो पढ़ा, उसमें वो गुण हमारे अंदर रहने का बात का जांचेगा. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ अगर हमें पूर्ण रीति से हमारे सहभाइयों से अगर हमें प्रेम करना है तो നമുക്ക് ഈ സ്നേഹത്തിൽ വസിക്കാൻ കഴിയണം. हमें इस प्रेम में पहला बसना जरूरी ഈ है. സ്നേഹത്തിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയണം. इस प्रेम में सब बातें करना जरूरी है. അപ്പോൾ ഇവിടെ പൗലോസിനെ പറയുകയാണ്, यहाँ पर पौलुस कहता है ഓരോ സഹവിശ്വാസികളെയും കുറിച്ചും എനിക്ക് നല്ല ഭാരമുണ്ട്. एक एक सहभाइयों के लिए उसको बहुत बोझ था. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ സഹവിശ്വാസികളെ കുറിച്ച് നമുക്ക് ഉള്ളിൽ ഭാരമുണ്ടോ? क्या हमें हमारे सहविश्वासी सहभाइयों के लिए बोझ है क्या? ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഈ സന്ദേശം നൽകേണ്ടതിന് मैं आज सुबह आप लोगों को ये संदेश देने के लिए ഞാൻ ഇന്ന് രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇരുന്നത്. आज मैं सवेरे 2 बजे उठकर परमेश्वर की उपस्थिति में बैठा. ഞാനിത് പറയുന്നത് എനിക്ക് അതിൽ ഭാരമുണ്ട്. मैं ये क्यों कह रहा हूँ? क्योंकि मुझे आप लोगों के विषय में बोझ है. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വിളമ്പി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. क्योंकि मेरा आग्रह यही है कि मैं आपको सबसे एकदम स्वादिष्ट भोजन आपको बांट के दूं. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൈപ്പായി തോന്നിയേക്കാം. वो शायद आप लोगों को, सुनने वालों को शायद कड़वा लग सकता है. എന്നാൽ നിങ്ങൾ അത് കൈക്കൊള്ളുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിത്തീരും. Amen. लेकिन अगर पूर्ण हृदय से स्वीकारेंगे तो एक आशीष का कारण बनेगा. അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ സന്തോഷത്തിൽ ആത്മാവിൽ നിങ്ങൾ കൈക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. इसके लिए आप लोग एकदम आनंद पूर्वक आत्मा से भरकर ये वचनों को स्वीकारें. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ നിലയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് നൽകുന്നതെന്ന് അറിയാമോ? तो ऐसा क्यों है कि मैं प्रभु की उपस्थिति में बसकर वो वचन को प्राप्त कर मैं आपको बांट रहा हूँ? അത് ദൈവം നമുക്ക് നമ്മളെ പരമേൽപ്പിച്ച ഒരു ദൗത്യമായതുകൊണ്ടാണ്. क्योंकि परमेश्वर ने वो इतना बड़ा जिम्मेदारी मुझे दिया है. इसके लिए പൗലോസിനെ പറയുന്ന ഒരു സാക്ഷ്യവചനം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. पौलुस ने एक गवाही दिया, वो मैं याद दिलाना चाहता हूँ. തന്റെ ജീവിതത്തിലെ അതേ അനുഭവം എല്ലാ ദേവദാസന്മാരുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. और पौलुस के जीवन में ये जो अनुभव हुआ है वो सभी दासों के जीवन में हो, ऐसा अवस्था आता है. കൊളോസ് ലേഖനം 1:28-29 വാക്യം. कोलोसों का पुस्तक 1 अध्याय उसका 28 और 28-29. Colossians 1:28-29. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. आमीन. पढ़ेंगे कोलोसियों 1 का 27 और 28. या इसका प्रचार करके हम हरेक मनुष्य को चेतावनी देते हैं। हाँ हम सारे ज्ञान से हरेक मनुष्य को सिखाते हैं कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करें। हाँ इसीलिए मैं उसकी उस शक्ति के अनुसार जो मुझमें सामर्थ के अनुसार साफ प्रभाव डालती है तन मन लगाकर परिश्रम भी करता हूँ। हाँ 28-29 में अभी हमने पढ़ा. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. तो आप सब लोगों को वाक्य मिला ना? ഇവിടെ പൗലോസിലെ പറയുന്നത് എന്താണ്? यहाँ पौलुस क्या कहता है? അവനെ ഞങ്ങൾ അറിയിക്കുന്നത്, അവനെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ. हम जो प्रभु को हम जो बताते हैं ആ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. तो हर एक मनुष्य को मसीह में सिद्ध करो. അപ്പോൾ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരണം. तो मतलब पौलुस का आग्रह क्या था कि हर एक विश्वासी, हर एक व्यक्ति मसीह में सिद्ध हो जाए. അപ്പോൾ നമുക്ക് ഇന്നലെ കണ്ട അനുഭവമല്ല, ഇന്ന് ആ വ്യക്തി ആത്മാവിൽ വളരുന്നു, അവൻ കർത്താവിന്റെ രൂപം പ്രാപിക്കുന്നു എന്ന് കാണുവാൻ കഴിയണം. तो इसके लिए कल जो अनुभव था वो नहीं है आज का अनुभव. आज का दिन हम लोग कल से आज अधिक ज्यादा
ज्यादा हम लोग वचन के आधार पर हम लोग बढ़ते जाकर वो उन्नति की बातें दिखना चाहिए। ഓരോ ദിവസം ചെല്ലും തോറും ആ വ്യക്തിയിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. കർത്താവ് അവനിൽ വെളിപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. एक एक दिन हमको जब मिलते समय में वो एक एक दिन में हम लोग मसीह में बढ़ने का अनुभव विश्वासियों में दिखना चाहिए। ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും എന്റെ അടുക്കൽ വരാറുണ്ടെങ്കിൽ എനിക്ക് അവരോട് എപ്പോഴും പറയാനുള്ളത് കർത്താവിനെ കുറിച്ച് മാത്രമാണ്. इसके लिए मैं विश्वास करता हूँ कि मेरे पास अगर कोई भी आते समय में उनसे बात करने के लिए मेरे पास एक ही विषय है, वो है प्रभु के बारे में। ഞാൻ മറ്റ് ലോകപരമായ വിഷയങ്ങളിൽ സംസാരിച്ച് സമയം കളയാറില്ല. क्योंकि मैं संसार की बातों को मैं बोलकर मैं समय को वेस्ट नहीं करता। അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. वो आप सब लोग ये बात जानते हैं। അപ്പോൾ എത്രയും സമയം കിട്ടുന്നോ അത്രയും സമയം കർത്താവിനെ മറ്റുള്ളവർക്ക് പകരുകയും അവര് ക്രിസ്ത്യാനിരൂപരായി തീരുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ കർത്താവിനെ തന്നെ ഇങ്ങനെ വിളമ്പുവാനിടയാകുന്നത്. इसके लिए मेरा हमेशा यही इच्छा रहता है कि मैं किसी को भी मिलूं तो मसीह के बारे में बोलकर मसीह का पूर्णता में उनको सिद्ध करूं। ये अवस्था में मैं हमेशा वचन उनको मैं बांटता हूं। അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനിയും കർത്താവിൽ വളരണം, ഇനിയും കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെടണം, അവര് കർത്താവിനെ പോലെ ആയിത്തീരണം. ഈ ഒരു ആഗ്രഹത്തിലാണ് അവരോട് ഇത് വിളമ്പുന്നത്. तो मैं हमेशा वचन बांटते समय मेरा उद्देश्य क्या रहता है कि ये लोग मसीह को पाए, मसीह में वो लोग और बढ़े, मसीह में सिद्ध हो जाए और मसीह के लिए एक उपयोगी पात्र बन जाए। इसलिए मैं हमेशा मसीह को बांटते रहता हूँ। നമ്മുടെ കൂട്ടായ്മയില് അവനങ്ങ് വളർന്നു കഴിഞ്ഞാൽ എന്റെ കസേര തെറിച്ചു പോകുമെന്നുള്ള ചിന്താഗതി നമുക്കില്ലല്ലോ. क्योंकि मुझे ऐसा चिंता कभी नहीं है, अरे देखो ये भाई मसीह के बारे में इतना जान लिया है, अभी मेरा कुर्सी चले जाएगा, ऐसा विचार कभी नहीं आता प्रियो। അങ്ങനെ കുർസിക്ക് വേണ്ടിയുള്ള ഒരു മൽപ്പിടുത്തം നമ്മുടെ മധ്യത്തിലില്ല. क्योंकि इस तरह कुर्सी के लिए झगड़ा करने का अवस्था हमारे बीच में नहीं है। ഒരു വ്യക്തി വളരുന്നുവെങ്കിൽ അതിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നു. क्योंकि एक भाई अगर बढ़ रहा है मसीह में, वो मुझे सबसे आनंद देने वाला बात है। കഴിഞ്ഞ നാളുകളിൽ പലരും കൂട്ടായ്മയിൽ കടന്നു വന്നവർ പലരും വളരെ നന്നായിട്ട് വളർന്നു. അവരെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനം ഉണ്ടായി. गए दिनों में वचन का सुनने की वजह से बहुत से लोगों को, भाइयों को वचन में बढ़ने का अवस्था कारण मिल गया, जिसकी वजह से वो सुना तो मुझे बहुत खुशी मिला। പ്രിയമുള്ളവരെ, വളരുമാറാക്കുന്നവൻ കർത്താവാണ്. देखो बढ़ोतरी देने वाला प्रभु है, എന്നാൽ നമ്മളെ ഏൽപ്പിച്ച ഒരു ഭാഗം നമ്മൾ നിവർത്തിക്കണം. लेकिन हमें दिया हुआ भाग जो जिम्मेदारी है उसको हमें करना है। ഇവിടെ പൗലോസ് പറയുകയാണ്, इधर पौलुस कहता है ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യരോട് പ്രബോധിപ്പിക്കും, ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും ഏത് എന്നുള്ള പ്രയോഗം തുടർമാനമായി കാണുന്നു. तो यहाँ पर बार बार देखो, हर एक मनुष्य को मसीह में सिद्ध करने के लिए हर एक मनुष्य को मैं मसीह के बारे में वो बात को प्रकट करके देता हूँ। इसलिए हर एक सब प्रकार के मनुष्य को वो बताता है। നോക്കണം, ഒരു വ്യക്തിയോട് മാത്രമല്ല, यह एक व्यक्ति को बताता है ऐसा नहीं है। കൂട്ടായ്മയിലുള്ള ആരെ ലഭിച്ചാലും, यानी संगति में कोई भी भाई मिल जाए तो അവര് നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക എന്നുള്ളത് വലിയ ഒരു ദൗത്യമാണ്. वो संगति में मिलने वाला हर एक भाइयों को, सभी भाइयों को मसीह के बारे में बोलकर वो मसीह में बढ़ाकर सिद्ध करने का एक जिम्मेदारी पौलुस को उस दिन था। ഇവിടെ ആ 28-ാം വാക്യത്തിൽ തന്നെ 3 പ്രാവശ്യം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞനായി നിർത്തുക, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുക. तो यहाँ पर 28 में जब मलयालम में मैं पढ़ते समय में देखो कि मैं सभी मनुष्य को मैं प्रचार करता हूँ, सभी मनुष्य को मसीह का ज्ञान में प्रकट करता हूँ, अभी सभी प्रकार के मनुष्य को मसीह की सिद्धता में मैं पहुंचाता हूँ। ഇത് ഒരു ചെറിയ ശുശ്രൂഷയല്ല. ये कोई छोटा सेवा नहीं है प्रियो, ഇതൊരു വലിയ പോരാട്ടമാണ് നമ്മുടെ പൗലോസ്. ये मतलब पौलुस जिस रीति से बोल रहा है ऐसा बोल रहे कि ये बहुत बड़ा युद्ध है। പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ ശരിയായ നിലയിൽ കർത്താവിൽ തികഞ്ഞവരാക്കി നിർത്തണമെങ്കിൽ അതൊരു പോരാട്ടം തന്നെയാണ്. वास्तव में कम से एक विश्वासी को मसीह का सिद्धता में अगर पहुंचाने का अवस्था लाना बोला तो वो बहुत बड़ा युद्ध अवस्था है। ഇന്ന് ശരിക്കുള്ള ശുശ്രൂഷ അതൊരു യുദ്ധം തന്നെയാണ്. क्योंकि आज एक सच्चा सेवा बोला तो एक युद्ध भूमि में है। നമുക്കറിയാം, അതേ കൊളോസ്യർ അതിന്റെ 1-ന്റെ ലാസ്റ്റ് വാക്യം നമ്മൾ വായിക്കുന്നത്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. വലിയ പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. അവിടെ ഒരു വലിയ പോറുണ്ട്, ഒരു യുദ്ധമുണ്ട്. उसका वही कोलोसे 1 का 29 भी पढ़ेंगे, कोलोसे 1:29। देखो, तन मन लगाकर परिश्रम कर रहा हूं, मतलब मैं एक युद्ध के जैसा तन मन लगाकर उसमें मैं मेहनत करके यत्न कर रहा हूं मैं। ഇതാണ് ഒരു യഥാർത്ഥ വിശുദ്ധന്റെ രക്ഷിക്കപ്പെട്ട ഓരോ മക്കളുടെയും കർത്തവ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് നമ്മുടെ അടുക്കൽ അയക്കുന്ന, നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വിശ്വാസിയെ ക്രിസ്തുവിൽ എല്ലാ നിലയിലും തികഞ്ഞവനാക്കി നിർത്തുക എന്നുള്ള ഒരു പ്രാരാബ്ധം, ഒരു ഭാരം
ഒരു ദർശനം എല്ലാവർക്കും വേണം. इसलिए ये हर एक विश्वासियों के अंदर ये होना चाहिए, ये बोझ होना चाहिए, ये जिम्मेदारी होना चाहिए कि हम जब भी अपने सहभाइयों को देखते समय में हर एक सहभाइयों को हम मसीह में उनको उन्नति पहुंचाकर उनको ज्ञान देकर सिद्धता पहुंचाने का ये बोझ और जिम्मेदारी होना चाहिए. നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ഭാരം നമ്മളെ വഹിക്കുന്നുണ്ടോ? क्या इस तरह का बोझ आज से हम जी पा रहे हैं क्या आज? ഇനി അതിന്റെ അതേ കൊളോസ്യർ 2:2 നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. कोलोसियों का पुस्तक 2:2 में हम पढ़ते हैं, कोलोशियंस 2:2 में അവിടെയും പൗലോസ് പറയുന്നത് ഞാനൊരു വലിയ പോരാട്ടം കഴിക്കുന്നു എന്നാണ്. उधर भी मैं बहुत यत्न करके कष्ट कर रहा हूं करके वहां पर पौलुस कहता है. എന്തിനു വേണ്ടിയാണ്? किस बात के लिए? അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. 2:2 पढ़ेंगे कोलोसियों. ताकि उनके मन में शांति हो और वे प्रेम में आपस में डटे रहे और वे पूरी समझ का सारा धन प्राप्त करें और परमेश्वर पिता के भेद को अर्थात मसीह को पहचान लें. उसका 2:1 भी पढ़ना है, हिंदी में 2:1 में आएगा. 2:1 मैं चाहता हूँ कि तुम जान लो कि तुम्हारे और उनके लिए जो लौकिकिया में है और उन सब के लिए जिन्होंने मेरा शारीरिक मुंह नहीं देखा, मैं कैसा परिश्रम करता हाँ देखो मैं कैसा परिश्रम कर रहा हूँ, ये बात का अवस्था पौलुस बता रहा है. इधर भी देखो कितना परिश्रम किया करके बता रहा है. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. मैं एक बात याद दिलाना चाहता हूँ. കർത്താവായ യേശു ക്രിസ്തു എന്നത് ദൈവമർമ്മമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. यहाँ पर प्रभु यीशु मसीह जो परमेश्वर का एक भेद है, परमेश्वर का एक मर्म है, ऐसा लिखा है. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ എങ്ങനെയായിരിക്കണം? तो इसलिए इस प्रभु यीशु मसीह में हमें कैसा रहना है? നമ്മൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം. हमें प्रेम में हमें एक रहना है. എന്നുവെച്ചാൽ प्रेम में हमें जुड़ा रहना है, मतलब നമ്മൾ ഒന്നായിരിക്കണം. हमें एक बन जाना है. നമ്മൾ എപ്പോഴും അവിടെ ഏറ്റവും വലിയ കാര്യം ഒരു മനസ്സുള്ളവരായിരിക്കണം. അതിൽ യാതൊരു ഭിന്നതയും ഉണ്ടാകാൻ പാടില്ല. यानी कि मतलब क्या हम लोग सब लोग एक मन के होने चाहिए, एक विचार के होना चाहिए, उस पर फूट नहीं आना चाहिए. നമുക്ക് അതേ കാര്യമാണ് ഈ ഏകതയാണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഴമായ സത്യം. यही एकता है मसीह जीवन का सबसे बड़ा गहरा रहस्य. എന്നാൽ ഈ ഏകതയെ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിയെ നമ്മുടെ ഐക്യതയെ തകർക്കാനാണ് ശത്രു ശ്രമിക്കുന്നത്. लेकिन शैतान क्या करता है? ये एकता में फूट लाकर इसको तितर बितर करने के लिए फूट लाने का प्रयास शैतान हमेशा करते रहता है. നമ്മൾ സ്നേഹത്തിൽ ഏകീഭവിക്കണം. हमें प्रेम में एक होना है. ഇതിനാ നമ്മൾ എപ്പോഴും ഒരു വലിയ യുദ്ധം ചെയ്യണ്ടേ. इसीलिए हमें बहुत मैं कष्ट और यत्न करता हूँ, पौलुस कहता है. ചിലരോട് എത്ര പറഞ്ഞാലും അവർക്ക് അങ്ങനെ ഒന്ന് ഒരു മനസ്സ് ആകാൻ തയ്യാറില്ല. कुछ लोगों को कितना भी बता के देंगे, समझा के देंगे तो एक मन होने के लिए तैयार ही नहीं. അവർ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. वो लोग बोलते हैं कि हम नहीं मानेंगे. ഞങ്ങളുടെ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല. अगर आप हमारे बात नहीं मानेंगे तो हम आपका बात नहीं मानेंगे. ഇതൊരു വലിയ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ये एक बहुत दुख देने वाला बात है प्रियो. നമ്മൾ കർത്താവിൽ നമ്മൾ വളരുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് താഴുവാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽക്കും വേണം. अगर हम सच्ची में मसीह में बढ़ोतरी प्राप्त करने वाला विश्वासी है तो हमेशा हमें नम्र होने का स्वभाव होना चाहिए. നമ്മൾ താഴ്മ ധരിക്കണം. हमें नम्र को पहनना है प्रियो. ക്രിസ്തുവിന്റെ താഴ്മ നമ്മളിൽ ഉണ്ടാകണം. मसीह का नम्रता हमें होना जरूरी है. കർത്താവിന്റെ നാമം നമ്മളിൽ വെളിപ്പെടണം. मसीह का नाम हमें प्रकट होना है प्रियो. കർത്താവിന്റെ നാമം നമ്മളിൽ വെളിപ്പെടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം मसीह का नाम हमें प्रकट होना मतलब അല്ല, ക്രിസ്തു നമ്മളിൽ വെളിപ്പെടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം यानी कि मसीह हमें प्रकट होना मतलब ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടണം. मतलब मसीह का स्वभाव प्रकट होना है. അല്ലെ, കർത്താവ് പിതാവിനോട് പറഞ്ഞു ഞാൻ നിന്റെ നാമത്തെ അവർക്ക് വെളിപ്പെടുത്തി. जैसा यीशु ने चेलों से क्या कहा, हे पिता मैंने आपका नाम इनको प्रकट किया. അല്ല, പിതാവിനോട് പറയാണ്, सॉरी यीशु ने पिता परमेश्वर से कहता है നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി. हे पिता मैं आपका नाम मेरे चेलों को मैंने प्रकट किया. ആ പേരെന്നാ? वो की नाम क्या है? അതൊരു പേരല്ല. वो कोई नाम वैसा नाम नहीं जैसा हम सोचते हैं. അത് പിതാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയ കാര്യമാണ്. मतलब वो पिता का स्वभाव को प्रकट किया, ये बात बताना चाहता है. Praise the Lord. Amen. അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്താന്ന് പറഞ്ഞാൽ तो मतलब हम लोग प्रभु यीशु मसीह को प्रकट करना मतलब നമ്മളിൽ നമ്മുടെ സ്വഭാവം നിമിത്തം കർത്താവിനെ വെളിപ്പെടുത്തുന്നതിനെ പറയുന്നത്. मतलब हमारे जीवन में हमारा स्वभाव के कारण के वजह से प्रभु प्रकट होना चाहिए. वो है प्रभु का मन होना. मतलब നമ്മുടെ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് മറ്റുള്ളവർ അറിയേണ്ടത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ്. हमें एक सच्चा विश्वासी है, एक सच्चा मसीही है, ये बात हमारा मसीही स्वभाव से हमें बता सकते हैं. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? आप लोग ये बात समझ पाए क्या? നമ്മുടെ പേരുകൊണ്ടല്ല, हमारा नाम बोलकर नहीं,
നമ്മള് ഈ ബൈബിൾ പിടിച്ചിട്ട് നടക്കുന്നുണ്ടല്ല, मैं बाइबल लेकर चल रहा हूँ इसलिए विश्वासी, ऐसा नहीं। ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടല്ല, मैं कोई चर्च में जा रहा हूँ इसके लिए नहीं, അങ്ങനെയല്ല. ऐसा नहीं है। നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടണം. हमें हमारे जीवन में मसीह का स्वभाव और गुण प्रकट होना है। ആണല്ലോ, ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെന്നല്ലേ. इसलिए वचन कहता है ना, मसीह का मन तुम में हो। നമ്മള് ഫിലിപ്പിയർ 2:5 വായിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. फिलिपियों का पुस्तक 2:5 वहां पर क्या देखते हैं? ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ, മലയാളത്തിൽ ഭാവം എന്നാണ്, സ്വഭാവം എന്നാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. हाँ, मसीह का स्वभाव पढ़ेंगे फिलिपियों 2:5। जैसा मसीह यीशु का स्वभाव था, हाँ। वैसे ही तुम्हारा भी स्वभाव। हाँ, वैसा स्वभाव होए या मन होए। അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടേണ്ടത്. इस रीति से हम मसीही है करके प्रकट करना है। അപ്പോൾ ഇവിടുത്തെ വിഷയം, तो इधर का विषय क्या है? നമുക്കറിയാം ത്രിയേക ദൈവം അവരെപ്പോഴും ഒന്നാണ്. त्रिएक परमेश्वर हमेशा एक मन के है। അങ്ങനെ നമ്മളും ആയിരിക്കണം. उस तरह हमें भी वैसा रहना है, एक रहना है। ഇത് നമ്മുടെ കർത്താവിന്റെയും പിതാവിന്റെയും എല്ലാ ഹൃദയത്തിലെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമാണ്. क्योंकि ये पिता परमेश्वर का और प्रभु यीशु मसीह का मन आग्रह है ये कि हम सब एक रहे जैसा वो एक है। അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, तो इधर पौलुस कहता है, നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിക്കുക, സ്നേഹത്തിൽ നിങ്ങൾ ഒന്നായിരിക്കുക. इधर पौलुस कहता है कि तुम प्रेम में तुम एकता रखना। അപ്പോൾ ഈ സ്നേഹത്തിൽ ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെ സാധിക്കും? तो अब प्रेम में इस तरह एक रखना है तो कैसा मुमकिन होगा? അതൊരിക്കലും ജഡത്തിൽ കഴിയില്ല. वो शरीर में कमी नहीं होएगा प्रियो, അത് ആത്മാവിൽ മാത്രം കഴിയുന്ന കാര്യമാണ്. ये एक आत्मा में होने वाला बात है। ये ശ്രദ്ധിക്കണേ. ध्यान से सुनना। നമുക്കറിയാം എഫേസ്യർ 4:3 एफेसियों का पुस्तक 4:3 में हम पढ़ते हैं, एफेशियंस 4:3 ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. पढ़ेंगे। एफेसियों 4:3। और मेल के मन में आत्मा की एकता रखने का यत्न करो। आमीन। അപ്പോൾ നമ്മൾ ആത്മാവിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. इसलिए आत्मा में है हमें एकता बरकरार रखना है। നമുക്ക് അനേക കാര്യങ്ങളിൽ നമുക്ക് പരസ്പരം അനേക വ്യത്യാസങ്ങളും നമ്മുടെ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കണ്ടേക്കാം. देखो अभी भाइयों को जब मिलते हैं समय में ऐसा बहुत से बातें रहेगा जो हमें पसंद नहीं रहेगा, जिसमें हमें उनको देखकर एक होने के लिए बहुत से बातें नहीं, ऐसा गुण रहेगा, बहुत से बातें जिसकी वजह से हम एक नहीं हो सकते। പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്കൊരു യുദ്ധമുള്ളത്. इधर है हमें परिश्रम करना है। നമുക്ക് സ്നേഹത്തിൽ നമുക്ക് എല്ലാം സഹിക്കാനും പൊറുക്കാനും കഴിഞ്ഞുകൊണ്ട് ആത്മാവിൽ ഐക്യത സൂക്ഷിക്കണം. हमें प्रेम में सब बातों को क्षमा करते हुए आत्मा का एकता को बरकरार रखने का यत्न करना है। നമ്മൾ കുറച്ചു മുമ്പ് 1 കൊരിന്ത്യർ 13-4-7 वരെ വായിച്ചല്ലോ. ये हम लोग थोड़ी देर पहले पहला कोरिन्थी उसका 13 अध्याय 4 से 7 हमने पढ़ा था ना। അപ്പോൾ ആ സവിശേഷതകളെല്ലാം ഇങ്ങനെയുള്ള പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ് വെളിപ്പെട്ട് വരേണ്ടത്. हमें अभी जब भी भाइयों के बीच में कुछ अनबन आते समय में हमने पहला कोरिन्थी 13 अध्याय 4 से लेके 7 तक जो भी वाक्य पढ़ा, ऐसा अनबन आते समय में वो सारा वाक्य 15 गुण का, प्रेम का 15 विशेष गुण प्रकट होना चाहिए। നമ്മൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണെങ്കിൽ നമുക്ക് വളരെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാവും. अगर इस रीति का प्रेम का संगति में अगर हम बने रहेंगे तो शांति कायम रहेगा। അതാണ് കൊലോസ്യർ 2:2 പൗലോസ് പറയുന്നത്. वही हमने कोलोसे 2:2 में भी पढ़ा हमने। അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. उसका 2:2 पढ़े, हिंदी में शुरुआत में ही रहेगा। ताकि उसके मन में शांति हो। हाँ देखो, ये सब कैसा अवस्था है, ऊपर की बातें और नीचे की बातें। मैं इतना यत्न कर रहा हूँ मसीह का, परमेश्वर का भेद जो मसीह है उसमें प्रकट होने के लिए, प्रेम प्रकट होने के लिए, सारा ज्ञान, ये सब बातें क्यों हो रहा है? ताकि सब में शांति बरकरार रहने का अवस्था का लक्ष्य में पौलुस ये करता था। ഇന്ന് പലർക്കും അവരുടെ ഹൃദയത്തിൽ ആശ്വാസമില്ല. आज बहुत से लोगों को हृदय में चैन नहीं है। ദൈവമക്കളെ നമ്മൾ പരിശോധിക്കണം. हमें इसलिए परखना है प्रियो। ഏതെങ്കിലും വിഷയത്തിൽ നമ്മളിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടുവന്ന് ഭിന്നത കൊണ്ടുവന്ന് നമ്മൾ ഒരു മനസ്സ് വരരുതെന്നുള്ളതാണ് ശത്രുവിന്റെ ലക്ഷ്യം. शत्रु का, शैतान का सबसे बड़ा लक्ष्य क्या है? एक छोटा सा बात लेकर उसमें गलत फहमी लाकर, वो गलत फहमी को फूट बनाकर भाइयों के बीच में अनबन को, शांति को तोड़ना है शैतान का लक्ष्य। ദൈവമക്കളെ, എപ്പോഴും സഭയില് ഐക്യത കൊണ്ടുവരുവാനായിട്ട് എന്നാലാവോളം ഞാൻ ദൈവാത്മാവിൽ പരിശ്രമിച്ചു. അത് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. तो मैं हे प्रियो, मैं गवाही देना चाहता हूँ कि हमारे कलीसिया के बीच में मुझसे हो सके जितना आत्मा में एकता में ला सकूं उसका मैंने यत्न किया है, उसका गवाह स्वर्ग है। പൗലോസിലെ ഇവിടെ പറയുന്നത് പോലെ അതിനുവേണ്ടി താൻ വളരെ പോരാടി. उसके लिए वो पौलुस कहता है कि उसके लिए मैंने बहुत परिश्रम किया। നിശ്ചയമായിട്ടും ദൈവമേ, इसके लिए हे प्रियो, ഇതൊരു വലിയ പോരാട്ടം തന്നെ. ये बहुत बड़ा परिश्रम, युद्ध का अवस्था है। ഈ ഐക്യത നഷ്ടപ്പെടുത്താനായിട്ട് അനേക ജഡികന്മാരെ ശത്രു ഉപയോഗിക്കും. ये इस तरह का एकता को में फूट लाने के लिए
लिए, वो एकता को तोड़ने के लिए शैतान बहुत से शारीरिक विश्वासों को इस्तेमाल करेगा। എന്നാൽ ആത്മീയരായ നമ്മൾ ആത്മാവിന്റെ സഹായത്തോടു കൂടി സ്നേഹത്തിൽ നമുക്ക് അത് ആ സ്നേഹത്തിലുള്ള ഐക്യത സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. लेकिन हम यदि अगर सच्ची में हम आत्मा में है, आत्मिक है, तो हमें आत्मा में उस प्रेम में एकता को कायम करने का अवस्था में हमें लाना जरूरी है। ഇതേപോലെ ഒരു കാര്യം എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് സാക്ഷ്യം പറയുന്നുണ്ട്. इसी एकता के विषय में एपाफ्रोदितोस के बारे में पौलुस ये गवाही देता है। എപ്പഫ്രാദിത്തോസിന്റെ ഹൃദയത്തിലും ഇതുപോലെ ഒരു ഭാരമുണ്ട്. एपाफ्रोस के विषय में भी, एपाफ्रोस के मन में इस तरह एकता का एक विषय था। അതേ കൊളോസ്യർ 4:12 कोलोसियों 4:12, कोलोशियंस 4:12, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. आमीन। पढ़ेंगे 4:12। जो तुम में से है और मसीह यीशु का दास है, तुम्हें नमस्कार करता है और सदा तुम्हारे लिए प्रार्थनाओं में प्रयत्न करता है, ताकि तुम सिद्ध होकर पूर्ण विश्वास के साथ परमेश्वर की इच्छा पर स्थिर रहो। वो भी यत्न कर रहा है, वो भी परिश्रम कर रहा है इधर। അതെ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കൂട്ടുവിശ്വാസികളും അവര് കർത്താവിൽ തികഞ്ഞവരായി നിൽക്കുവാൻ, അവർക്ക് വേണ്ടിയിട്ട് ഒരു അധ്വാനിക്കുവാനായിട്ടുള്ള ഒരു ഭാരം നമ്മളെ ഭരിക്കണം. एक सच्चा विश्वासी है तो, आत्मा से नियंत्रित होने वाला एक सच्चा विश्वासी है तो वो हमेशा अपने सह भाइयों के लिए, अपना कलीसिया के लिए, सभी लोग मसीह का पहचान की उत्तरता में, श्रेष्ठता में बढ़ने के लिए, उस सिद्धता में पहुंचने के लिए हमेशा वो लोग यत्न का स्वभाव में रहेगा, നിങ്ങൾ തികഞ്ഞു വരണം. ताकि तुम लोग सिद्ध हो जाए ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. और परमेश्वर की इच्छा क्या है तुम जान सके, അതിൽ നിങ്ങൾക്ക് പൂർണ്ണ നിശ്ചയമുള്ളവരാണ്. उसको पूर्ण निश्चय आप लोग प्राप्त करें। കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, गए दिनों में एक भाई ने मुझसे पूछा, ദൈവഹിതം എങ്ങനെ അറിയാം? परमेश्वर की इच्छा कैसा जान पाएंगे हम? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രാവശ്യം നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പറയുകയുണ്ടായി, मैं इन दिनों में बहुत बार क्लास में विषय में बताया है बात को। നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്കറിയാമോ? क्या आप परमेश्वर का इच्छा आपके विषय में क्या है, आप लोग जानते हैं क्या? ഒരു കാര്യം നേരിടേണ്ടി വരുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് എങ്ങനെ അറിയാം? एक विषय जब हमारे सामने आते समय में वो विषय परमेश्वर की इच्छा के अनुसार है कि नहीं, ये कैसा हम जानेंगे? ഞാൻ ചില വിശ്വാസികളോട്, ഇത് പല പ്രാവശ്യം കേട്ട വിശ്വാസികളോട് ഞാൻ ചോദിച്ചു. और जो मेरा ये क्लास जो बार बार सुनते हैं, मैं उनको ये बात पूछा है मैंने। അങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല. तभी ऐसा पूछा तो लोग ने जवाब नहीं दिया। അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇതിപ്പോ പറയാൻ കഴിയുമോ? तो इसके लिए क्या आप लोग भी इसका जवाब दे पाएंगे क्या? നിങ്ങളോട് തന്നെ ഇത് പറയാ. आप अपने आप को बोलना। ഞാൻ ഇവിടെ ഇരുന്നത് പറയാ, ആത്മാവിന്റെ ഫലം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞായിട്ട് അഭിനയിക്കും. मैं अगर अभी आपको सवाल पूछूं, चलो सब लोग आत्मा का फल बोलो करके बोला तो आप लोग क्या करेंगे? बस मुंह होठ हिलाकर करके बोलेंगे हाँ हमने बोला है करके बोलेंगे। എന്നാൽ പലപ്പോഴും പലർക്കും അത് ശരിക്കും ഇപ്പോഴും അറിയത്തില്ല. क्योंकि आज भी बहुत से लोगों को वो फल का पूरा बातें नहीं मालूम। Praise the Lord. Praise the Lord. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ. मैं आप लोगों में किसी में दोष नहीं लगा रहा हूँ प्रिय। നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. आप लोग ऐसा गलत नहीं समझना मुझे। മാനസിക ആൾക്കാർക്ക് അറിയാം. अब ज्यादा से ज्यादा लोगों को मालूम है ये बात, ചിലരുണ്ട് लेकिन कुछ लोग हैं जिसको नहीं मालूम है അവര് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഉത്സാഹിക്കുന്നില്ല. और उन लोगों को उस बात में पूर्णता लाने के लिए उत्साह नहीं करते। അപ്പോൾ ഞാൻ ചിലരോട് ചോദിച്ചു, നമുക്ക് എങ്ങനെ നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാം? तो इसके लिए मैंने कुछ लोगों से पूछा कि परमेश्वर का इच्छा इस विषय में परमेश्वर का इच्छा है कि नहीं जानने के लिए कैसा मालूम पड़ेगा? കാരണം നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിലുണ്ട്. क्योंकि हमारे विषय में परमेश्वर का इच्छा, हमारे विषय में वो क्या सोचता है, उनका इच्छा हमारे विषय में क्या है, बहुत से बातें वचन में हम पढ़ सकते हैं। എന്നാൽ लेकिन നമുക്ക് ഇന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടെങ്കിൽ, लेकिन आज परमेश्वर का हमारे विषय में कोई खास उद्देश्य है तो അങ്ങനെ അതെങ്ങനെ അറിയും? वो कैसा हमें मालूम पड़ेगा? നമുക്ക് അതിനെ മനസ്സിലാവും. वो कैसा हम जान पाएंगे? ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. मैं आप लोगों को याद दिलाना चाहता हूँ। ഒന്ന്, ആ കാര്യത്തിൽ ദൈവവചനം എന്ത് പറയുന്നുവെന്ന് നമ്മൾ നോക്കണം. तो एक विषय आते समय में उसी विषय के आधार पर परमेश्वर का वचन उस विषय को क्या कहता है हमें पढ़ना है। രണ്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ മനസാക്ഷി എന്ത് പറയുന്നു എന്ന് നോക്കണം. दूसरा, हमारा विवेक उस विषय में क्या गवाही देता है ये हमें देखना है। മൂന്ന്, നമുക്ക് പരിസ്ഥിതി അനുകൂലമായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. और तीसरा, उस विषय के लिए हमारा परिस्थिति सब बातें सहयोग कर रहे हैं कि नहीं ये भी देखना है। ഈ മൂന്ന് കാര്യവും കൂടെ ഒത്തു വന്നാൽ ये तीन बातें अगर एक हो जाए तो അത് ദൈവഹിതമാണ്. मतलब वो परमेश्वर का इच्छा है, पक्का है।
Praise the Lord. प्रेज द लॉर्ड। എല്ലാ വിശ്വാസികൾക്കും ഓർമ്മയുണ്ടല്ലോ. सभी विश्वासियों को याद आ गया करके मैं विश्वास करता हूँ। ഇനിയും 2 ആഴ്ച കഴിഞ്ഞ് കർത്താവ് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും. इसके लिए अगर प्रभु का आगमन देरी हुआ 2 हफ्ते के बाद में फिर से मैं आप लोगों को पूछूंगा। അങ്ങനെ എന്തെങ്കിലും ദൈവഹിതം ചെയ്തതായിട്ട് നിങ്ങൾ ഉടനെ തന്നെ കർത്താവിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കണം. और तुरंत आप परमेश्वर का इच्छा की बातें क्या है करके प्रभु की आत्मा से आपको गवाही क्या है बताना है। ഞാനിത് അന്ന് ഒരുപാട് വിശദീകരിച്ചോണ്ട് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. अभी पहले मेरे पिछले क्लासेस में मैंने ये सब बातों का वर्णन किया है, इसलिए इस बात का गहराई में मैं नहीं जा रहा। അതുകൊണ്ട് ഞാൻ ഒരു വാക്കോടെ ഇവിടെ പറഞ്ഞിവിടെ ഇന്ന് അവസാനിപ്പിക്കുക. मैं अब एक वाक्य मैं पढ़ना चाहता हूँ। എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സമയമുണ്ട്. പക്ഷെ സമയം കൂടി പോയാൽ ഇത് നിങ്ങൾക്ക് പിന്നെ മെസ്സേജ് ആയിട്ട് കിട്ടിയില്ല. हाँ, तो मैं मुझे बोलने के लिए बहुत बोझ है, बहुत से बातें हैं, लेकिन क्या है ना, ज्यादा समय हो जाएगा ना, रिकॉर्डिंग में तकलीफ होता है और यूट्यूब में अपलोड करने में तकलीफ होता है, इसलिए मैं कम बोलना चाहता हूँ। അതുകൊണ്ട് ഒരു വാക്കോടെ വായിക്കാം. एक वाक्य पढ़ना चाहता हूँ। ഗലാത്യർ 4:19. गलतियों का पुस्तक 4:19, गलेशियंस 4:19। ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളോ ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. आमेन। ഇവിടെ പൗലോസ് പറയാണ്, पढ़ेंगे। हे मेरे बालकों, जब तक तुम में मसीह का न बन जाए तब तक मैं तुम्हारे लिए फिर जैसा कितनी पीड़ाएं करता हूँ। हाँ, അപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. हम जानते हैं कि इस दुनिया में सबसे बड़ा दर्द देने वाला जो वेदना जो दिखाता है एक गर्भवती को, वो बच्चा जन्म का अवस्था का समय की बात है। അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, तो इधर ऐसा समय पौलुस उस विषय को लेकर कहता है, നിങ്ങളെല്ലാവരും ക്രിസ്തുവിന്റെ രൂപം പ്രാപിക്കേണ്ടതിന് വേണ്ടി എനിക്ക് പ്രസവ വേദനയുണ്ട്. आप सभी लोग मसीह का रूप में परिपूर्ण होने के लिए, मसीह का रूप आप में प्रकट होने के लिए उस तरह का वेदना और परिश्रम से मैं जा रहा हूँ। ദൈവമക്കളെ, അത് പൗലോസിലേക്കുള്ളതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ വളരെ താഴ്മയോടെ എന്ന് പറയട്ടെ, എൻ്റെ ഉള്ളിലും ഈ ഒരു വലിയ വേദനയുണ്ട്. നിങ്ങൾ എല്ലാവരും മറ്റാരെയും പോലെ ആകരുത്, ക്രിസ്തുവിന്റെ രൂപം പ്രാപിക്കണം. इसके लिए मैं सब लोगों से मेरा विनती यही है कि जिस तरह पौलुस को उस समय में यही वेदना से वो जलकर वो यत्न करके प्रयास करता था, उसी वेदना में मैं वो बोझ से मैं आपको कहना चाहता हूँ, नासिक मंडली के लिए भी मेरे को वही बोझ है। आप सभी लोग मसीह के रूप में अनुरूप हुए, मसीह का स्वभाव आप में प्रकट हो और किसी का रूप आप में ना दिखे, सिर्फ मसीह में आप बढ़ते रहे, यही आग्रह है मेरा। ഇവിടെ നമ്മളിൽ ഒരിക്കലും ജഡത്തിന്റെ സ്വഭാവം വെളിപ്പെടരുത്. इसके लिए प्रिय, हमारे जीवन में कभी भी शारीरिक स्वभाव को बढ़ोतरी ना दे। ആത്മാവിന്റെ ഫലം നമ്മൾ കാണട്ടെ. आत्मा का फल हमेशा दिखने दो। നമുക്കൊരു ആത്മീയനായിട്ട് ജീവിക്കാം. एक सच्चा आत्मिक रीति से जीने के लिए अवस्था बनाओ। അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പ്രാണനെ നമുക്ക് ഈ യുഗത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് ചിലവിടാം. उसके लिए अभी जो हमको समय मिले, आज का दिन कहते समय में या ये दुनिया में हम जीते समय में अपना प्राण को बहा दो। ഈ പ്രാണന്റെ രക്ഷ വാസ്തവത്തിൽ വളരെ ആഴമായി പഠിക്കണം പ്രിയോ. क्योंकि प्राण का उद्धार का जो विषय आते समय में वो बहुत गहराई से हमें पढ़ना है प्रियो। കർത്താവ് സഹായിച്ചാൽ ഇന്ന് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ ഇതിന്റെ ഒരുപാട് ആഴത്തിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങാൻ പോകും. आमीन। अगर प्रभु का आगमन देरी हुआ, कल का दिन यदि अगर हमको मिल रहा है तो प्राण का उद्धार का और गहराई हम लोग कल भी सीखेंगे। ഞാൻ 2 പേജ് തയ്യാറാക്കി അര പേജേ പറഞ്ഞുള്ളൂ. मैंने आज 2 पेज मैंने तैयार किया, उसका आधा पेज ही आज बोला मैंने। Praise the Lord. प्रभु का स्तुति हो। ഉള്ളതിന്റെ പകുതി പോലും പറയാൻ സമയമില്ലല്ലോ. मतलब जितना तैयार किया उसका आधा बोलने के लिए भी समय नहीं मिला, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. लेकिन प्रभु आप सबको सहायता करे। ഈ സമയം ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കാം. इसलिए ये समय आओ फिर से हम लोग प्रभु की उपस्थिति में अपने आप को समर्पण करें കേട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ തന്നെ ശോധന കഴിക്കാം. और सुना हुआ वचन को अपने सामने हम लोग परखे और जांचे। നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടോ और हमारे जीवन में किधर भी सुधार लाने का अवस्था है तो उसको सुधारे, എങ്കിൽ നമുക്ക് അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. वो सुधार के लिए हम अपने आप को समर्पण करें। ഉള്ളവരെ ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറട്ടെ. ए प्रियो, एक एक दिन हम मसीह के स्वभाव में हम बदलते जाए, ക്രിസ്തു നമ്മളിൽ വെളിപ്പെടട്ടെ. मसीह हम में प्रकट होए, മറ്റുള്ളവർ നമ്മളിൽ ക്രിസ്തുവിനെ കാണാനിടയാകട്ടെ. दूसरे लोग हमारे अंदर मसीह दिखे, इस अवस्था में हम चले। മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞു നടക്കരുതേ. दूसरों का गलतियां कमियां बोलकर समय बर्बाद ना करो। അങ്ങനെയുണ്ടെങ്കിൽ അവരൊരിക്കലും ദൈവമക്കളാണെന്ന് നമുക്ക് അവരെ കാണാൻ കഴിയില്ല. अगर दूसरों का गलती बताएगा तो हम मसीह है करके वो लोग देख नहीं पाएंगे, ഇതൊന്നും ഒരു ക്രിസ്തുശിഷ്യന്റെ ജീവിതത്തിലുള്ള കാര്യമല്ല. क्योंकि ये सब मसीह में जीने वाला, स्वभाव में बढ़ने वाले लोगों का स्वभाव नहीं है। അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. इसलिए प्रभु सबको आशीष करे। ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. हम लोग प्रार्थना में अंत करेंगे। സഹോദരൻ അതുൽ ബുദ്ധർ നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കും. बाय अतुल।